അള്ളാഹ്ക്ക് ഒരുപാട് സിഫാത്തുകൾ, ഗുണവിശേഷങ്ങൾ, വർണ്ണനകളുണ്ട്. ആ വർണ്ണനകളുടെ കാര്യങ്ങളിലും അതൊക്കെ പൂർണ്ണതയുടെ പേരുകളും പൂർണ്ണതയുടെ വർണ്ണനകളുമാണ്. അള്ളാഹുവിന്റെ ഇത്തരം അസ്മാകളും സിഫാത്തുകളും പേരുകളും വിശേഷണങ്ങളും അത് അവന് മാത്രം അവകാശപ്പെട്ടതാണ്. അതിലവൻ ഏകനാണ്, അവൻ അതുല്യനാണ്, അവൻ അദ്വിതീയനാണ്. അത് മറ്റൊരാളിൽ ആരോപിക്കാൻ പാടില്ല. മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് വരുന്ന പേരുകളോ വർണ്ണനകളോ അള്ളാഹുവിലേക്ക് ഇങ്ങോട്ട് ചേർക്കാനും പാടില്ല. അവന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ, അവന്റെ ഉന്നതമായ ഗുണവിശേഷങ്ങളിൽ അവൻ ഏകനും അതുല്യനും അദ്വിതീയനുമാണ്. ഇത്രയും കാര്യങ്ങൾ വിശ്വസിക്കണം. പിന്നെ മലായികത്തി, അള്ളാഹിന്റെ മലക്കുകളിൽ വിശ്വസിക്കണം. മലക്കുകൾ എന്ന് പറഞ്ഞാൽ ആലമുൻ ഗൈബി, ആലമുൻ ഗൈബി, നമുക്ക് കാണാൻ പറ്റാത്ത, നമ്മളിൽ നിന്ന് അള്ളാഹു മറച്ചു പിടിച്ചിരിക്കുന്ന ഒരു അദൃശ്യ രോഗമാണ്. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് മിൻ നൂർ, പ്രകാശത്തിൽ നിന്നാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവര് അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒരിക്കലും ധിക്കരിക്കാത്തവരാണ്. എന്താണ് അവരോട് കൽപ്പിക്കുന്നത് അത് അതേപടി ശിരസ വഹിക്കുക, നിറവേറ്റുക, അതുമാത്രമാണ് അവരുടെ ധർമ്മം. യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാറ വലാ യഫ്തുറൂൻ. രാപ്പകൽ ഭേദമന്യേ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. എത്ര രാപ്പകൽ വ്യത്യാസമില്ലാതെ അള്ളാഹുവിനെ വാഴ്ത്തിയാലും അവർക്കൊരു ക്ഷീണവും ഒരു മുഷിപ്പും വരാത്തവരാണ്. അങ്ങനെയുള്ള മലക്കുകൾ എത്രയുണ്ട്? അവരുടെ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്തുക സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അവരിൽ ചില മലക്കുകളുടെ പേരുകൾ നമുക്ക് അള്ളാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില മലക്കുകളുടെ ധർമ്മങ്ങൾ, അവർക്ക് ചെയ്യാനുള്ള ദൗത്യങ്ങൾ എന്താണ്, അതും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ പേരുകളും അവരുടെ ധർമ്മങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ആ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുകയും അത് ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വിശ്വസിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. മലക്കുകളിലുള്ള വിശ്വാസം ശരിയായ വിധത്തിൽ മലക്കുകളിൽ നമ്മൾ വിശ്വസിച്ചാൽ അള്ളാഹിന്റെ മഹത്വം നമുക്ക് കൂടുതൽ ബോധ്യമാകും. അള്ളാഹുവിന്റെ കീഴ്പ്പെടാനുള്ള വലിയ അഭിപ്രേരണ, സ്വന്തമായ പ്രചോദനം അതുകൊണ്ട് നമുക്ക് വന്നു ചേരും. എന്ന് മാത്രമല്ല, ഈ മലക്കുകളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തി വസിപ്പിക്കുന്നതും നമ്മെ നിരീക്ഷിക്കുന്നതും അതുപോലെ തന്നെ നമ്മെ സംരക്ഷിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും തോറും അള്ളാഹുവിന് കൂടുതൽ കൂടുതൽ ഉബൂദിയ്യത്ത് കാണിക്കാൻ, അവന്റെ കൂടുതൽ കൂടുതൽ അടിമപ്പെട്ട് ജീവിക്കാനുള്ള ഒരു പ്രേരണ അത് മുഖേന നമുക്കുണ്ടായിത്തീരുക തന്നെ ചെയ്യും. ഇതാണ് രണ്ടാമത്തെ റുക്ന്. മൂന്നാമത്തേത് വകുതുബിഹി, അള്ളാഹുവിന്റെ കുത്തുബുകളാണ്. മാനവരാശിയെ നേർവഴി കാണിക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ അമ്പിയാക്കന്മാർക്ക് അള്ളാഹു കുത്തുബുകൾ നൽകിയിട്ടുണ്ട്, ഏടുകൾ നൽകിയിട്ടുണ്ട്. ഇബ്രാഹിം നബിക്ക് ഏടുകൾ നൽകിയിട്ടുണ്ട്, മൂസാ നബിക്ക് ഏടുകൾ നൽകിയിട്ടുണ്ട്, മൂസാ നബിക്ക് തൗറാത്ത് നൽകിയിട്ടുണ്ട്, ഈസാ നബിക്ക് ഇഞ്ചീൽ നൽകിയിട്ടുണ്ട്, ദാവൂദ് നബിക്ക് സബൂർ നൽകിയിട്ടുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ചിലത് നമുക്കറിയും. അറിയുന്ന ആ രൂപത്തിൽ, അറിയാത്തതിനെ കുറിച്ച് മുജ്മലൻ മൊത്തത്തിൽ അള്ളാഹു അമ്പിയാക്കന്മാർക്ക് ഏട് നൽകിയിട്ടുണ്ട് എന്ന് മൊത്തമായിട്ട് നമ്മൾ വിശ്വസിക്കണം. അതിൽ അവസാനത്തെ ഏടായിരിക്കുന്ന, അവസാനത്തെ ഗ്രന്ഥമായിരിക്കുന്ന ഖുർആൻ, അതാണ് മുഹക്കം, ഇന്ന് പ്രാബല്യത്തിലിരിക്കുന്ന ഗ്രന്ഥം അതാണ്. അതുകൊണ്ട് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. തൗറാത്തിലും ഇഞ്ചീലിലും പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ വിശദാംശങ്ങളിൽ അത് പരിശോധിക്കുക, അത് സ്വീകരിക്കുക നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യമല്ല. തൗറാത്ത് ഇഞ്ചീലിന്റെ മൊത്തത്തിൽ അത് അള്ളാഹ് ഇറക്കിയ കാലത്ത് അത് അള്ളാഹിന്റെ ഗ്രന്ഥമാണ്. പിന്നെ അതിന്റെ അനുയായികൾ പിൽക്കാലത്ത് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നു. പക്ഷെ തൗറാത്ത് അല്ലെങ്കിൽ ഇഞ്ചീൽ അല്ലെങ്കിൽ സബൂർ അല്ലെങ്കിൽ അതുപോലുള്ള ഏടുകൾ അത് ഇറക്കിയപ്പോൾ അള്ളാഹിന്റെ വേദങ്ങളായിരുന്നു. അതിനെ നമ്മൾ നിഷേധിക്കില്ല, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ വിശദാംശങ്ങളിലേക്ക്, ഹുക്കുമുകളിലേക്ക്, വിശ്വാസങ്ങളിലേക്ക് പോകുമ്പോൾ ഖുർആനാണ് പ്രാബല്യത്തിലിരിക്കുന്നത്. ഖുർആനിൽ നിന്ന് മാത്രം കാര്യങ്ങൾ സ്വീകരിക്കുന്നു. ഇതാണ് വിശ്വസിക്കേണ്ടത്. വറസൂലി, അതുപോലെ തന്നെ അള്ളാഹ് മുർസലീങ്ങൾ അയച്ചിട്ടുണ്ട്. 300 ചില്ലാനം മുർസലീങ്ങളെയും അതുപോലെ തന്നെ 1,00,000-ലധികം അമ്പിയാക്കന്മാരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയിലേക്ക് അയച്ചു എന്നത് അബൂ ഉമാമയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള സഹിഹായിട്ടുള്ള സംഭവമാണ്. ഭൂലോകത്തേക്ക് നിയുക്തനായിട്ടുള്ള ആദ്യത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാമാണ്. ഏറ്റവും അവസാനത്തെ നബിയും അവസാനത്തെ റസൂലും നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി വന്നതിന് ശേഷം
പിന്നെ ഒരു മനുഷ്യനും മറ്റൊരു നബിയെ വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് നബിയെ വിശ്വസിക്കാതെ ഞാൻ മുസ്ലിമാണ്, രക്ഷപ്പെട്ടവരാണ് എന്ന് പറയാൻ സാധ്യമല്ല. മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ ബുഇസ്തു ഇലന്നാസി കാഫ, മുഴുവൻ ജനങ്ങൾക്കുമുള്ള റസൂലാണ്, നബിയാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യമതങ്ങൾക്കും മനുഷ്യരിലേക്കും നിയുക്തനായിട്ടുള്ള റസൂലാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ നിയോഗിച്ചതിന് ശേഷം എന്നെ കുറിച്ചിട്ട് ഈ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ജൂതൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി തന്നെ എന്നെ കുറിച്ചിട്ട് കേട്ടു എന്നിട്ട് ലം യുമിൻ ബി, എന്നിൽ വിശ്വസിച്ചില്ല. അവൻ പറയുന്നു, എനിക്ക് മൂസാ നബി മതി, എനിക്ക് ഈസാ നബി മതി, എനിക്ക് തൗറാത്തില്ലേ, എനിക്ക് ഇഞ്ചീലില്ലേ, എന്തിനാ അത് സ്വീകരിക്കേണ്ട കാര്യം എന്നൊരാൾ പറഞ്ഞാൽ ഇല്ല ദഖലന്ന, അയാൾ നരകത്തിൽ തന്നെയാണ്. മറിച്ച് മറ്റെല്ലാ നബിമാരെയും മറ്റെല്ലാ ഗ്രന്ഥങ്ങളെയും മറ്റെല്ലാ മുൻകാലത്തെ ശരീഅത്തിനെയും മൊത്തത്തിൽ അത് അള്ളാന്റേതാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ നമുക്ക് സ്വീകരിക്കാൻ, നമുക്ക് ജീവിതത്തിൽ നമുക്കത് ഹുക്മ് സ്വീകരിക്കാൻ, അതിന്റെ ഡീറ്റെയിൽ അംഗീകരിക്കാനുള്ളത് അതിലല്ല, അത് ഇതിലാണ്. ഒരു ശരിക്ക് തൗറാത്തോ ഇഞ്ചീലോ അനുസരിച്ച് ജീവിച്ചു പോകുന്ന ഒരു ജൂതനോ ക്രൈസ്തവനോ ഉണ്ടെങ്കിൽ മുഹമ്മദ് നബി വന്നു കഴിഞ്ഞാൽ അന്നേ ദിവസം മുതൽ ആ തൗറാത്ത് അവിടെ മാറ്റിവെച്ചിട്ട്, തൗറാത്ത് അള്ളാന്റെ ഗ്രന്ഥാണ്, പക്ഷെ ഇതിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു, ഇതാ മുഹമ്മദ് നബി വന്നിരിക്കുന്നു, അതുകൊണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണം. ഇനി പ്രാബല്യത്തിലിരിക്കുന്നത് മുഹമ്മദ് നബി കൊണ്ടുവന്നിട്ടുള്ള ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബിയുടെ ചര്യയുമാണ്. അതുകൊണ്ട് അതിലേക്ക് അദ്ദേഹം മാറണം. മറ്റത് അള്ളാന്റെ ഗ്രന്ഥമാണ്, സംശയമല്ല. പക്ഷെ നമുക്ക് പ്രാവർത്തികമാക്കാനുള്ള ഏട് ഇതാണ്. മുഹക്കമായത്, ഇൻഫോഴ്സ്, പ്രാബല്യത്തിൽ നിൽക്കുന്നത് ഖുർആനാണ്, മുഹമ്മദ് നബിയുടെ ചര്യയാണ്. അതിലേക്ക് മടങ്ങണം, ഇല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിച്ചത് തന്നെ. അങ്ങനെ ഈ നബിമാരിലൊക്കെ വിശ്വസിക്കണം, ഒരു വിവേചനമല്ല. പ്രാവർത്തികമാക്കേണ്ടത് ഇൻഫോഴ്സിൽ നിലനിൽക്കുന്ന ഖുർആനും മുഹമ്മദ് നബിയുടെ ചര്യയുമാണ്. പിന്നെ അതുപോലെ തന്നെ വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കണം. അന്ത്യനാൾ അടുത്തു വന്നിരിക്കുന്നു, കൂടുതൽ വൈകാതെ. ബുഇസ്തു അന വസ്സഅതു കഹാത്തൈൻ, ഞാനും ഖിയാമത്ത് നാൾ വളരെ അടുത്താണ്. ഇതുപോലെ രണ്ട് വിരലുകൾ നിൽക്കുന്നത് പോലെ വളരെ അടുത്തുള്ള ഒരു കാലത്താണ് എന്നെ ഈ ഭൂലോകത്തേക്ക് അല്ലാഹു അയച്ചിട്ടുള്ളത്. ഇഖ്തറബത്തിസ് സഅതു വൻശഖൽ ഖമർ, ഖിയാമത്ത് നാൾ വളരെ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ലക്ഷണമായിട്ടാണ് അള്ളാഹു ചന്ദ്രനെ പുലർത്തി കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഇനി വളരെ വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് വരും. അതിന് ലക്ഷണങ്ങളുണ്ട്, ഒരുപാട് ലക്ഷണങ്ങൾ. ബഈദത്തായ ഖിയാമത്ത് നാളിൽ നിന്ന് താരതമ്യേന ദൂരത്തുള്ള ആദ്യം പ്രത്യക്ഷപ്പെടുന്ന അടയാളങ്ങളുണ്ട്. എന്നാൽ ഖിയാമത്ത് നാളിനോട് ഏറ്റവും അടുത്ത് പ്രത്യക്ഷപ്പെടുന്ന അടയാളങ്ങളുണ്ട്. അടയാളങ്ങളിൽ തന്നെ സ്വഗീറത്തുണ്ട്, അതുപോലെ തന്നെ കബീറ, വലിയ അടയാളങ്ങളുണ്ട്, ചെറിയ അടയാളങ്ങളുണ്ട്. ഖിയാമത്ത് നാളിനോട് തൊട്ടടുത്ത് വരുന്ന വലിയ 10 അടയാളങ്ങൾ അത് വേറെ തന്നെ എണ്ണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ട് ഖിയാമത്ത് നാൾ സംഭവിക്കും. ആ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ന്യായം വിധിക്കും. എല്ലാവർക്കും, ഒരാൾക്കും അനീതി ഉണ്ടാവില്ല. ഇവിടെ നഷ്ടപ്പെട്ടതൊക്കെ അവിടെ കിട്ടും. ഇവിടെ അന്യായം എന്ന് തോന്നിയത്, ഇവിടെ 100% ന്യായം നടക്കുന്ന സ്ഥലമല്ല ഭൂമി, മറിച്ച് 100% ന്യായം നടത്തുന്നത് പരലോകത്താണ്. അവിടെ വെച്ച് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ 100 ആളെ കൊന്നിട്ടുള്ള ഒരു ഘാതകരെ ഏത് സർക്കാരിന് വേണമെങ്കിലും 100 വട്ടം കൊല്ലാൻ സാധിക്കുന്ന ഒരു സർക്കാരും ലോകത്ത് വരില്ല. ഒരു തവണ മാത്രമേ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ 10,000 ആളുകളെ രക്ഷപ്പെടുത്താൻ കാരണക്കാരനായ ഒരു മനുഷ്യൻ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 10,000 പോയിട്ട് 10 ജീവിതം നൽകാൻ ഇവിടെ ആർക്കും സാധ്യമല്ല. ആൾക്ക് അള്ളാഹ് നൽകിയ ഒരു ജീവിതം, അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള അതിനോടുകൂടി അവസാനിച്ചു പോകുന്ന ഒരു ജീവിതം, അല്ലാത്തൊരു ജീവിതം നൽകാൻ ആർക്കും സാധ്യമല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ ത്യാഗങ്ങൾക്കും സേവനങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകാൻ, അല്ലെങ്കിൽ അക്രമം കാണിച്ചവന്റെ അക്രമങ്ങൾക്ക് ന്യായയുക്തമായിട്ടുള്ള ശിക്ഷ നൽകാൻ ദുനിയാവിന്റെ സംവിധാനങ്ങൾ അപര്യാപ്തമാണ്. ആ ന്യായം വിധിക്കാനാണ് പരലോകം, അത് നടപ്പിലാക്കാനാണ് പരലോകം. ആ പരലോകത്തിൽ വിശ്വസിക്കുക തന്നെ വേണം. പിന്നെ വൽ ഖദർ ഖൈരിഹി വശർരിഹി വതുഅ്മിന ബിൽ ഖദർ, പിന്നെ ഖദറിൽ വിശ്വസിക്കണം. ഖൈരിഹി വശർരിഹി, ഖൈറിലും ശർറിലും. ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലോകത്ത് നടക്കുന്നതൊക്കെ അങ്ങനെ തട്ടിത്തിരിഞ്ഞാണ്ട് സംഭവിച്ചാണ്, സന്ദർഭവശാൽ അങ്ങനെയാണ് ആയിപ്പോയത് എന്ന് കരുതണ്ട. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് തികഞ്ഞ ഒരു ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പുലരുന്നതാണ്. അള്ളാഹുവിന്റെ ആസൂത്രണം അത് 2-3-4 ഘട്ടങ്ങളിലായിട്ട് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ ഹദീസിലൂടെ തന്നെ നമുക്ക് വിശദീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്.
ആ ആസൂത്രണത്തിന്റെ ആദ്യപടി എല്ലാം അള്ളാഹു അറിയുന്നു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിപ്രപഞ്ചത്തിന്റെ കാര്യം എല്ലാം നേരത്തെ മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ളവനാണ്. അതെന്തൊക്കെ, എങ്ങനെയൊക്കെ, എപ്പോഴൊക്കെ, ഏതെല്ലാം രൂപത്തിൽ, എല്ലാ ഡീറ്റെയിലും അതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ അവന്റെ ആദിയായ ഇൽമിൽ മുൻകഴിഞ്ഞു പോയിരിക്കുന്നു. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടിപ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ, അവന്റെ ഇൽമിൽ മുൻകഴിഞ്ഞു പോയ കാര്യങ്ങൾ തന്നെ ലൗഹിൽ അല്ലാഹു രേഖപ്പെടുത്തി വെച്ചു, ഒരേട്ടിൽ അല്ലാഹു രേഖപ്പെടുത്തി വെച്ചു. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷം മുമ്പ് ഖബല അൻ യഖ്ലുഖല്ലാഹ് അസ്സമാവാതി വൽ അർള ബി50,000 സന, ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുമ്പ്, ആ വർഷം നമ്മളിവിടെ കണക്കാക്കുന്ന വർഷമല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. 50,000 വർഷം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്തി വെച്ചു. ഖലമിനെ കൊണ്ട് അത് രേഖപ്പെടുത്തിച്ചു. അവന്റെ ഇൽമിൽ മുൻകഴിഞ്ഞ. പിന്നെ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിനും മുമ്പ് 50,000 വർഷം മുമ്പ് ലൗഹിൽ രേഖപ്പെടുത്തിയ ആ കാര്യം അതതിന്റെ സന്ദർഭത്തിൽ, അതിന്റെ സാഹചര്യത്തിൽ, അതിന്റെ സമയമാകുമ്പോൾ അള്ളാഹു അത് ഉണ്ടാകണം എന്ന് വെക്കുമ്പോൾ അവർ ഉണ്ടാകാനുള്ള കൽപ്പന കുൻ എന്നുള്ള കൽപ്പന നൽകുന്നു. അവന്റെ കൽപ്പന വരുന്നതോടുകൂടി ആ കാര്യം അവർ ഉദ്ദേശിച്ച വിധേന അവന്റെ ഇൽമിൽ മുൻകഴിഞ്ഞ അതേ പദ്ധതി അനുസരിച്ച്, അവന്റെ ലൗഹിൽ അവൻ രേഖപ്പെടുത്തിയിട്ടുള്ള അതേ ആസൂത്രണം അനുസരിച്ച് ആ പദ്ധതി അതിന്റേതായ രൂപത്തിൽ അവന്റെ കുൻ എന്ന കലിമത്തുൽ ഖൽഖ് വ തക്വീൻ, ഖൽഖിന്റെയും തക്വീനിന്റെയും വചനം കൊണ്ട് ഈ ഭൂലോകത്ത് അവൻ അത് പുലർത്തുന്നു. ആ പദ്ധതിയിൽ നിന്ന് മാറി എന്തെങ്കിലും ഒന്ന് സംഭവിക്കുകയോ, ആ പദ്ധതിയിൽപ്പെട്ട ഒരു കാര്യം എന്തെങ്കിലും ഒരു തടസ്സത്താൽ അത് സംഭവിക്കാതെ പോവുകയോ ചെയ്യില്ല. ഇത് വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ സൃഷ്ടിജാലങ്ങളും അള്ളാഹു പടച്ചതാണ്. അവർ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹിന്റെ സൃഷ്ടികൾ തന്നെയാണ്. അള്ളാഹിന്റെ സൃഷ്ടിപ്പിൽ നിന്ന്, അവന്റെ സൃഷ്ടിപ്രപഞ്ചത്തിൽ നിന്ന് പുറത്തുള്ള അവന്റെ അറിവിൽ നിന്ന്, അവന്റെ കഴിവിൽ നിന്ന്, അവന്റെ ആസൂത്രണത്തിൽ നിന്ന്, അവന്റെ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യവും ഈ ഭൂലോകത്ത്, ഈ സൃഷ്ടിപ്രപഞ്ചത്തിൽ എവിടെയും നടക്കാനില്ല. ഇത് ഉറപ്പിച്ചു വിശ്വസിക്കണം. അതുകൊണ്ട് ചില കാര്യം ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യം വരാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന് എളുപ്പവും സന്തോഷവും ഉണ്ടാക്കുന്ന കാര്യം വരാം. എന്ത് വന്നാലും അതൊക്കെ അള്ളാഹിന്റെ ആ ലാർജർ ഡിസൈനിങ്ങിന്റെ ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആസൂത്രണത്തിന്റെ ഭാഗമാണ്. അവന്റെ ഇൽമിൽപ്പെട്ടതാണ്, അവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അവന്റെ ഉദ്ദേശപ്രകാരം, അവന്റെ ലക്ഷ്യപൂർവമായ ഉദ്ദേശപ്രകാരം അവനത് നടപ്പിലാക്കി വരുത്തുന്നതാണ് എന്ന് വിശ്വസിക്കലാണ് ഈ കാര്യം പറഞ്ഞു. ഖാൽ, ഇത്രയും പറഞ്ഞപ്പോ അപ്പൊ ഇബ്നു ഉമറിന് ഇതിൽ നിന്ന് തെളിവ് കിട്ടി. ഈമാൻ, ഒരാൾ മുഅ്മിൻ എന്ന് പറയണമെങ്കിൽ അയാൾ ആന്തരികമായി ഉൾക്കൊള്ളേണ്ടുന്ന വിശ്വാസത്തിൽ നിന്ന് ചോർന്നു പോകാൻ പാടില്ലാത്ത അതിന്റെ അവിഭാജ്യമായ ഘടകമായിട്ടുള്ള, അതിന്റെ റുക്നായിട്ടുള്ള കാര്യങ്ങൾ 6 ആകുന്നു. ആ 6 തുഅ്മിന ബില്ലാഹി വ മലായികതി വ കുതുബി വ റുസുലി വൽ യൗമിൽ ആഖിർ വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഇങ്ങനെ 6 കാര്യങ്ങൾ. ഇതേതെങ്കിലും ഒന്ന് പൊളിഞ്ഞു പോയാൽ ഈമാൻ തന്നെ തകർന്നു പോയി, ഈമാൻ തന്നെ പൊളിഞ്ഞു പോയി. ഈമാൻ പൊളിഞ്ഞു പോയ ഒരാൾ, അയാൾ പിന്നെ എന്ത് ചെയ്തിട്ടും ഉഹദ് മലയോളം സ്വർണം ചെലവാക്കിയാലും അല്ലാഹു സ്വീകരിക്കാൻ പോകുന്നില്ല. പരലോകത്തൊരു ഗുണം കിട്ടില്ല. അത് ഇവിടെ വെച്ച് എന്തെങ്കിലും അയാൾക്ക് വല്ല ഉപകാരം ചെയ്തെങ്കിലല്ലാതെ. ഖാൽ സദഖ്ത, ആഗതനായ ആ വ്യക്തി പറയുന്നു, താങ്കൾ പറഞ്ഞത് തീർത്തും സത്യം. ഖാല ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ. തുടർന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇനി താങ്കൾ എനിക്ക് ഇഹ്സാനിനെ കുറിച്ച് പറഞ്ഞു തരും. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ 3ാമത്തെ മർത്തബ, ആദ്യം ബാഹ്യമായത് ഇസ്ലാം, 2ാമത്തേത് ആന്തരികമായത് ഈമാൻ, 3ാമത്തേത് ഈ ദീനിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള രൂപം, അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രൂപം, ആ രൂപം പറഞ്ഞു കൊടുത്തു. ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പെർഫെക്ഷനാണ്. أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك. أن تعبد الله، നീ അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യണം. كأنك تراه,
അള്ളാഹുവിനെ നീ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ. അല്ലാഹു സുബ്ഹാനഹു കഅന്നക തറാഹു, അള്ളാഹുവിനെ നീ കാണുകയാണെങ്കിൽ, ഇവിടുന്ന് ഭൂലോകത്ത് വെച്ച് ഒരാൾക്കും, നബിക്ക് പോലും, മുഹമ്മദ് നബിക്ക് പോലും, മൂസാ നബിക്ക് പോലും, ഇബ്രാഹിം നബിക്ക് പോലും, അമ്പിയാക്കന്മാർക്ക് പോലും ഭൂലോകത്ത് വെച്ച് അള്ളാഹനെ കാണാൻ സാധ്യമല്ല. പരലോകത്ത് വെച്ച് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹനെ കാണാനും സാധിക്കും. എന്നാൽ ഭൂലോകത്ത് വെച്ച് അള്ളാഹനെ ഒരാൾക്കും കാണാൻ സാധ്യമല്ലെങ്കിലും അള്ളാഹ്ക്ക് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത് അള്ളാഹുവിനെ നേർക്ക് നേരെ കാണുകയാണെങ്കിൽ ഏത് മാനസികാവസ്ഥയിലാണോ ഇബാദത്ത് ചെയ്യുക, അതിനാണ് ഇബാദത്തു ത്വലബി വശൗഖ് എന്ന് പറയാം. ഇബാദത്തു ത്വലബ് വശൗഖ്. അള്ളാഹനെ കാണുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ സന്തോഷം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സൃഷ്ടിയായ ഞാൻ, ഒരു സൃഷ്ടിയായ നാം, നമ്മെ സൃഷ്ടിച്ച, നമ്മെ ഉടമപ്പെടുത്തുന്ന, നമ്മുടെ എല്ലാ ഭാഗരേഖകളും കീഴ്പ്പെടുത്തിയിട്ടുള്ള ആ റബ്ബിനെ ഒന്ന് കാണാനൊരവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനും വലിയ സന്തോഷം എന്താ? സ്വർഗത്തിൽ പോലും, സ്വർഗം അതിന്റെ താഴെയാണ്, സ്വർഗമൊക്കെ അതിന്റെ താഴെ, അള്ളാഹനെ കാണുക എന്നതിനേക്കാളും താഴെയാണ് സ്വർഗം. സ്വർഗത്തിൽ എല്ലാവരും എത്തിപ്പെട്ടു. എല്ലാവരും എത്തിപ്പെട്ടതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നു, ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ചോദിച്ചോ, ഞാൻ തരാനോ? സ്വർഗസ്ഥരായ ആളുകൾ അവര് പറയുന്നു, അല്ലാഹുവേ, നിന്റെ തൃപ്തിയാണ് ഞങ്ങൾക്ക് വേണ്ടത്, നിന്റെ റിളയാണ് വേണ്ടത്. ആ ഹദീസില് അള്ളാന്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ, വജ്ഹ് എന്ന് പറഞ്ഞാൽ തൃപ്തിയാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഏറ്റവും പരസ്യമായ ഖണ്ഡന കൂടി. നിന്റെ തൃപ്തിയാണ് റബ്ബേ ഞങ്ങൾക്ക് വേണ്ടത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ്, നിങ്ങളെ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ? നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ? ഞാൻ അത് നിങ്ങളോട് ചെയ്തത് എനിക്ക് നിങ്ങളോട് തൃപ്തിയുള്ളത് കൊണ്ടല്ലേ? എനിക്ക് എന്റെ റിള നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നോ? നിങ്ങൾ ഈ സ്വർഗത്തിൽ ഉന്നതമായ പദവികളിൽ നിങ്ങൾ ഉപവിഷ്ടരാകുമായിരുന്നുവോ? അതുകൊണ്ട് അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ കവിഞ്ഞത് എന്താ വേണ്ടത് ചോദിക്കാൻ പറയാം. അപ്പൊ വജ്ഹ് എന്ന് പറഞ്ഞാൽ റിള അല്ലാന്ന് അതിൽ തന്നെ മനസ്സിലാക്കിക്കോ. സ്വർഗസ്ഥരായ ആളുകളെല്ലാവരും കൂടി ആലോചിച്ച് അള്ളാഹുവിനോട് അവർ ചോദിക്കുന്ന ചോദ്യം, അള്ളാഹുവെ, നിന്നെ ഒന്ന് നോക്കിക്കാണാൻ, നിന്റെ വജ്ഹ്, നിന്റെ മുഖം ഒന്ന് നോക്കിക്കാണാൻ അതിന്റെ ഒരു അവസരം തന്നെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ആവശ്യം അള്ളാഹ് അംഗീകരിച്ചു കൊടുക്കുകയാണ്. സ്വർഗസ്ഥരായ ആളുകൾ ചോദിച്ചതൊക്കെ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഴ്ചയിൽ ഒരു ദിവസം, അത് വെള്ളിയാഴ്ചയാണ്, ആ ദിവസം അല്ലാഹു സ്വർഗസ്ഥരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഹിജാബുഹുന്നു, അവന്റെ വജ്ഹിന് ഒരു മറയുണ്ട്. ആ മറ എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിന്റെ മറയാണ്. ആ വെളിച്ചത്തിന്റെ മറയങ്ങ് നീക്കിക്കഴിയുകയാണെങ്കിൽ സാധാരണ ഭൂലോകത്ത് ജീവിക്കുന്ന സൃഷ്ടികളായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ കാഴ്ചയെത്തുന്ന എല്ലാ സൃഷ്ടികളെയും അവന്റെ ആ മുഖത്ത് നിന്നുണ്ടാകുന്ന ആ സുബ്ഹാത്തുകൾ, ആ വെളിച്ചത്തിന്റെ ആ സുബ്ഹാത്തുകൾ എല്ലാറ്റിനെയും കരിച്ചു കളയും. അതാണ് സ്വർഗസ്ഥരല്ലാത്ത ആളുകളുടെ കാര്യം. അതുകൊണ്ടാണ് ദുനിയാവിൽ നിന്ന് കാണാൻ പറ്റാത്തത്. പക്ഷെ സ്വർഗത്തിലെത്തിയപ്പോൾ അള്ളാഹു അവർക്ക് പ്രത്യേകമായ കഴിവ് നൽകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖത്തിൽ നിന്ന് ആ വെളിച്ചത്തിന്റെ കർട്ടൻ മറ നീക്കുന്നു. മറ നീക്കിയാലും അവന്റെ മുഖത്ത് നിന്നുണ്ടാകുന്ന സുബ്ഹാത്തുകൾ അവരെ കരിച്ചു കളയുന്നില്ല. അവർക്ക് അള്ളാഹുവിന്റെ ആ മഹത്തായ മുഖം അത് കൺനിറയെ നോക്കിക്കാണാൻ, മനം നിറയെ നോക്കിക്കാണാൻ അവർക്ക് കരുത്ത് നൽകുന്നു. ആ സന്തോഷം അവർക്ക് നൽകുന്നു. അങ്ങനെ അള്ളാഹനെ അവര് കണ്ടുകൊണ്ടിരിക്കും. അള്ളാഹനെ അവര് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അള്ളാഹനെ നമ്മൾ കാണുകയാണെങ്കിൽ ആ ആഗ്രഹം, ആ കാണാനുള്ള ആ പൂതി, ആ തലവ്, കാണണമെന്നുള്ള ആഗ്രഹം, അതിനുള്ള അഭിലാഷം, അതിനുള്ള ആ ഉത്കടമായ ആ ആഗ്രഹം മനസ്സിൽ നിങ്ങളൊന്ന് വെക്കൂ. എന്നിട്ട് അള്ളാഹനെ ഇങ്ങനെ ആരാധിക്കുമ്പോൾ എത്ര കുറ്റമറ്റ രൂപത്തിലായിരിക്കും, എത്ര ഏകാഗ്രതയിലായിരിക്കും, എത്ര ശരിയായ രൂപത്തിലായിരിക്കും ആ ആരാധന. അശ്രദ്ധമായിരിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹനെ നേരെ കൺമുന്നിൽ കാണുമ്പോൾ
ആ നിറഞ്ഞു നിൽക്കുന്ന ആ മനസ്സ്, ആ നിറഞ്ഞു നിൽക്കുന്ന ആ കണ്ണ് അള്ളാഹുവിനെ കണ്ടുകൊണ്ട്, അള്ളാഹുവിനെ കണ്ടതുകൊണ്ടുള്ള ആ അവാച്യമായിരിക്കുന്ന ആ സന്തോഷത്തിൽ, അള്ളാഹുവിന് നടക്കുന്ന തൊലവിലും ഷൗക്കിലുമുള്ള ആഗ്രഹത്തിലുള്ള ഉത്കടമായ അഭിലാഷത്തിലുള്ള ആ ആരാധന, അങ്ങനെ നീ ആരാധന നടത്തണം. അത് മഹബ്ബത്ത്, അങ്ങേയറ്റത്തെ ഒരു സ്നേഹത്തിന്റെ, അങ്ങേയറ്റത്തെ ഒരു ആഗ്രഹത്തിന്റെ, അങ്ങേയറ്റത്തിന്റെ ഒരു സന്തോഷത്തിന്റെ ഒരു വികാരത്തിലാണ് ആ ആരാധന. അങ്ങനെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കണം. ആ ഇബാദത്താണ് ഇഹ്സാൻ. അത് ലാഹിറായിട്ടും ബാത്തിനായിട്ടും. വിശ്വാസം പൂർത്തിയാണ്, ലാഹിറായ കാര്യങ്ങൾ പൂർത്തിയാണ്. പക്ഷേ എന്നിട്ട് ഇബാദത്ത് ചെയ്യുമ്പോഴുള്ള മാനസികാവസ്ഥ അള്ളാഹനെ കാണുന്ന അവസ്ഥയിലാണ്. അള്ളാഹനെ നമ്മൾ അങ്ങോട്ട് കാണും. ഇതിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ആരിഫീങ്ങൾക്ക് മാത്രം എത്താൻ കഴിയുന്ന ഒരു പദവിയാണ്. ആ പദവിയിലേക്ക് എത്തുന്നത് ആരിഫീങ്ങൾ മാത്രം. ഇനി അതിലേക്ക് എത്തിയില്ലെങ്കിലോ, ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇല്ലം തകുൻ, നീ എത്തിയിട്ടില്ല, നീ ആയിട്ടില്ല, തറാഹു, അവനെ നീ അങ്ങോട്ട് നോക്കിക്കാണുന്ന ആ മാനസികാവസ്ഥയിലേക്ക്, ആ പെർഫെക്ഷനിലേക്ക് നീ ആയിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു പദവിയുണ്ട്. എന്താണത്? ഫഇന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അവൻ നിന്നെ ഇങ്ങോട്ട് കാണുന്നു, അള്ളാഹ് എന്നെ കാണുന്നു. അപ്പൊ ഷൗക്ക് തലബ് എന്നതിന്റെ പകരം അവൻ എന്നെ കാണുന്നു എന്ന് പറയുമ്പോൾ അതൊരു നെട്ടലാണ്, അതൊരു പേടിയാണ്. അതാണ് ഇബാദത്തുൽ ഖൗഫി വൽ ഹറബ്. ഇബ്നു റജബിനെ പോലെയുള്ള മുഹഖ്ഖിഖുകൾ ഈ രണ്ടാമത്തെ അവസ്ഥയെ സംബന്ധിച്ച് പറഞ്ഞു, അതാണ് ഇബാദത്തുൽ ഖൗഫ് വൽ ഹറബ്. ഭയപ്പാട്, അല്ലാഹനെ പേടിക്കുന്നു, അങ്ങേയറ്റത്തെ ആ പേടിയോടുകൂടി, പേടിച്ചിട്ടുള്ള ആ നെട്ടലോട് കൂടിയുള്ള ഇബാദത്ത്, അങ്ങേയറ്റത്തെ ആ പേടിയോടുകൂടി. ആദ്യത്തേതില് ഷൗഖാണ്, അടക്കി വെക്കാൻ കഴിയാത്ത ആഗ്രഹമാണ്, അഭിലാഷമാണ്, സന്തോഷമാണ്, സ്നേഹമാണ്. അത് നിറഞ്ഞുകൊണ്ടുള്ള ഇബാദത്ത്, അതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. അയാളുടെ ജീവിതത്തിലെല്ലാം അയാൾ ചെയ്യുന്ന ഏതാണ്ട് കാര്യങ്ങൾ ഇബാദത്തുകളാണ്. അതൊക്കെ അയാൾ ചെയ്യുന്നത് അള്ളാഹനെ കണ്ടു നിൽക്കുമ്പോഴുള്ള ആ പൂർണ്ണതയിലാണ്. അള്ളാഹനെ അയാൾ അങ്ങിട്ട് കാണുകയാണ്. മറ്റത് അള്ളാഹനെ അയാൾ അങ്ങിട്ട് കാണുന്നില്ല, ആ വികാരം അയാൾക്ക് എത്തിയിട്ടില്ല. മറിച്ച് അള്ളാഹ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, അള്ളാഹ് എന്നെ കാണുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഹൗഫ് കൂടും, അവിടെ ഹറബ് കൂടും. അതുകൊണ്ട് ഇബാദത്തുൽ ഖൗഫ് വൽ ഹറബ്, അത് രണ്ടുമില്ലാതെ വെറുതെ ഒരു ഹാബിച്വൽ ആക്ഷൻ, പതിവായിട്ട് നമ്മൾ ചെയ്തു പോരുന്ന ഒരു നടപടി മാതിരി ഇബാദത്ത് ചെയ്യുമ്പോൾ ഇബാദത്തിന്റെ ആത്മാവ്, അതിന്റെ ചൈതന്യം അതിന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇഹ്സാനിലേക്ക് നമ്മൾ എത്തണം. ലാഹിർ പോരാ, ലാഹിറായ ഇസ്ലാം പോരാ. അത് മാത്രമാണെങ്കിൽ അതുകൊണ്ട് പോരാ, ഈമാനും കൂടി വേണം. അതിന്റെ ബാത്തിനായ ഘടകങ്ങൾ ഈമാനും കൂടി വേണം. അത് രണ്ടും മാത്രം പോരാ. പിന്നീട് അയാൾ ഇസ്ലാമിന്റെയും ഈമാനിന്റെയും ആ തിട്ടയിൽ നിന്ന് അയാൾ ഇഹ്സാനിന്റെ ആ തിട്ടയിലേക്ക് അദ്ദേഹം ഉയർന്നു വരണം. അതിൽ തന്നെ രണ്ടവസ്ഥ ഉണ്ട്. ഒന്ന് ഷൗഖിന്റെയും അതുപോലെ തന്നെ തലബിന്റെയും ഷൗഖിന്റെയും ഘട്ടം. അങ്ങോട്ട് കാണുന്ന അല്ലാഹനെ അങ്ങോട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ മനോവികാരത്തിൽ അതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫഇല്ലം തകുൻ തറാ ഫഇന്നഹു യറാ, അവൻ ഇങ്ങോട്ട് കാണുന്നു എന്നുള്ള ഇബാദത്തുൽ ഖൗഫി വൽ ഹറം, ആ ഘട്ടത്തിലെങ്കിലും ഇബാദത്ത് ചെയ്യണം. ഖാൽ, ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആഗതനായ ആ വ്യക്തി പറയുന്നു, ഫഅഖ്ബിർനി അനിസ്സാഅ, ഇങ്ങനെയാണ് കാര്യമെങ്കിൽ എനിക്കിനി ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞു തരണം. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നു, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, ചോദിക്കപ്പെട്ട ഞാൻ ചോദ്യകർത്താവായ താങ്കളെക്കാൾ ഖിയാമത്ത് നാളിനെ കുറിച്ച് കൂടുതൽ അറിവുള്ളവനല്ല. ഒന്നും എനിക്ക് പറഞ്ഞാലല്ല. അത് അൽമുഹാ ഇൻദ റബ്ബി, അല്ലാഹുവിന്റെ അടുക്കലാണ് എന്റെ അറിവ്. ലാ യുജല്ലിഹാ ഇല്ലാ ലിവഖ്തിഹാ, അത് എപ്പോഴാണ് എന്നുള്ളത് അത് പുലരുന്ന, അത് സംഭവിക്കുന്ന ആ സമയത്തെ അവൻ വെളിപ്പെടുത്തുള്ളൂ. അത് ഒരാൾക്കും അവൻ അറിയിക്കില്ല. അത് മഫാത്തിഹുൽ ഗൈബ്, ഗൈബിന്റെ മഫാത്തിഹിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഫഅഖ്ബിർനി അൻ അമാറാത്തിഹ, അങ്ങനെയാണെങ്കിൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ, അമാറത്ത് എന്ന് പറഞ്ഞാൽ അശ്റാത്ത്, അമാറാത്ത് ഐ അശ്റാത്ത്, അടയാളങ്ങൾ. അത് പ്രത്യക്ഷപ്പെടാൻ ചില അടയാളങ്ങളുണ്ട്. ബഈദത്തായ അടയാളങ്ങളുണ്ട്, ഖരീബത്തായ അടയാളങ്ങളുണ്ട്. അമാറാത്ത് സുഗ്റയുണ്ട്, അമാറാത്ത് കുബ്രയുണ്ട്. അമാറാത്ത് അൽ കുബ്ര അൽ ഖരീബ,
ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുമ്പ് വരുന്ന ഏറ്റവും വലിയ അടയാളങ്ങൾ 10 അടയാളങ്ങൾ അത് വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ അടയാളങ്ങളുണ്ട്. അതുകൊണ്ട് അടയാളങ്ങൾ ചോദിച്ചു. അപ്പൊ പറഞ്ഞു വന്നതിൽ ഇതെല്ലാം റബ്ബത്തഹ, ഒരു അമത്ത് അടിമപ്പെണ്ണ് അവളുടെ റബ്ബത്തിനെ പ്രസവിക്കലാണ്. റബ്ബത്ത് പറഞ്ഞാൽ ഉടമയായിട്ടുള്ള പെണ്ണ്. അതിനൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ വന്നു പോയിട്ടുണ്ട്. അമത്ത് എങ്ങനെയാണ് അതിന്റെ റബ്ബത്തിനെ പ്രസവിക്കുക, അഥവാ മകള് ഉമ്മയെ അടിമയാക്കി വെക്കുന്ന രൂപത്തിലുള്ള അവസ്ഥകൾ വരിക എന്നതിന് പറഞ്ഞു പോയിട്ടുണ്ട്. വേറെ പല വ്യാഖ്യാനങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാം തല കുത്തനെയായി തീരും. ഖിയാമത്ത് നാൾ വരുന്നോട് കൂടിയിട്ട് ഈ ഫിസിക്കൽ വേൾഡിലും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ലൈഫിലും അതുപോലെ തന്നെ നമ്മുടെ വാല്യൂ സിസ്റ്റത്തിലും ഒക്കെ തന്നെ ഒരു കുഴാമറിച്ചിൽ സംഭവിച്ചുകൊണ്ട് ഫിസിക്കൽ വേൾഡിൽ അവസാനം എത്രത്തോളം സംഭവിക്കുന്നു ചോദിച്ചാൽ കിഴക്കുതിക്കുന്ന സൂര്യൻ കാണാൻ പടിഞ്ഞാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരും. അതേമാതിരി തന്നെ ഖിയാമത്ത് നാളിന്റെ അടുക്കുന്നതോട് കൂടിയിട്ട് ഭൂമിയിൽ നിന്നൊരു ജീവി ഇങ്ങനെയുണ്ട് ഭൂമി പിളർത്തിയിട്ട് പ്രത്യക്ഷപ്പെടും. ദാബത്തുല്ലർ എന്നിട്ട് പറയും മന്നന്നാസകാനൂബിയായാസിനാലായുമിനൂൻ. അങ്ങനെ ഒരു ജീവി സ്വയം ഭൂമി പിളർത്തി പുറത്തേക്ക് വരിക. ഇതൊന്നും നമ്മുടെ ഇതിൽ അറിയപ്പെട്ട സംഗതിയല്ല. എന്നിട്ട് അത് സംസാരിക്കുക, അന്നന്നാസകാനൂബിയായാസിനാലായുമിനൂൻ. അതുപോലെ തന്നെ ഈസാ നബി ആകാശത്തിൽ നിന്ന് ഭൂലോകത്തേക്ക് ഇറങ്ങി വരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം അതേ സന്ദർഭത്തിൽ നമ്മൾ ഇതുവരെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള വാല്യൂ സിസ്റ്റം അതൊക്കെ തകരുന്നു. അതിനൊക്കെ നേരെ എതിർ കാര്യങ്ങൾ നടക്കുന്നു. ഉമ്മ എന്ന് പറഞ്ഞാൽ മാതൃത്വം എന്ന് പറയുന്നത് ബഹുമാനിക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ട, സ്നേഹിക്കപ്പെടേണ്ട ഒരു പദവിയാണ്. അതിന് പകരം അത് അടിമയാക്കപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്നു. എടുപ്പുകൾ അങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും. ആരാണ് ഈ എടുപ്പുകൾ ഉണ്ടാക്കുന്നത്? അൽ ഹുഫാത്ത് അൽ ഉറാത്ത്. ഹുഫാത്ത് കാലില് ചെരുപ്പ് ധരിക്കാൻ വകയില്ലാതെ നടന്നിരുന്ന, ഉറാത്ത് തുടുതുടിക്ക് വകയില്ലാതെ നടന്നിരുന്ന, നഗ്നരായിരുന്ന, അൽ ആല മറ്റുള്ളവരെ ആശ്രയിച്ച് കൈനീട്ടി നടന്നിരുന്ന ആളുകൾ, റിയാഷ ഇടയച്ചക്കന്മാരായിരുന്ന ആളുകൾ, അവരിതാ ഒരു ദിവസം കൊണ്ട് മുതലാളിമാരായിട്ട് യതതാവലൂന ബിൽ ബുനിയാൻ. എടുപ്പുകൾ വളരെ ലോഫ്റ്റി ബിൽഡിംഗ്സ്, എത്ര 140 നില, 200 നില, മാനമുട്ടുന്നത് അവിടെ അത്ര ഇവിടെ അത്ര, അങ്ങനെ ഉയർത്തിക്കൊണ്ടു പോകുന്നു. ഇങ്ങനെ ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫന്തലഖ്, അദ്ദേഹം ഇത്രയും കാര്യം ചോദിച്ച് അദ്ദേഹം അങ്ങ് പോയി. ഫലബിസ്തു, അങ്ങനെ ഞാൻ പിന്നീട് കഴിച്ചുകൂട്ടി സലാസൻ, 3 ദിവസം. ചില റിവായത്തിൽ കാണാം വഫി റിവായത്തി മുസ്ലിമിൻ മലിയൻ, കുറച്ച് സമയം. മലിയ എന്ന് പറഞ്ഞാൽ കുറച്ചേറെ സമയം. വലിയ എന്നുള്ളത് അല്പസമയത്തിന് ഉപയോഗിക്കും, കുറച്ച് ദീർഘമായ സമയത്തിന് ഉദ്ദേശിക്കും. ഇവിടെ അല്പം ദീർഘമായ സമയമാണ് എന്നത് മറ്റു റിവായത്തിൽ നിന്ന്. എത്രയാണ് അതിന്റെ ദൈർഘ്യം? സലാസലയാൽ, 3 ദിവസം ഞാൻ കഴിച്ചു കൂട്ടി. സുമ്മ ഖാൽ, 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, യാ ഉമർ അതദരി മൻ സാഇൽ, അന്ന് വന്ന് ഈ കാര്യങ്ങൾ ചോദിച്ചു പോയ ആൾ ആരാണെന്ന് നിനക്കറിയുമോ? ഖുൽത്, ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, ആരും ഞങ്ങൾക്കറിയില്ല, അള്ളാഹുവിനറിയാം, അത് നന്നായി അറിയുന്നത് അള്ളാഹുവാണ്. അള്ളാഹ് അറിയിച്ചു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയും, അതുകൊണ്ട് നബിയാണ്. ഖാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ജിബ്രീൽ, നിശ്ചയമായും അത് ജിബ്രീലാണ്. അതാക്കും, ജിബ്രീൽ നിങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ നിങ്ങളുടെ അരികിലേക്ക് വന്നത്, യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് അറിയപ്പെടുക ഹദീസു ജിബ്രീൽ ഫീ തഅലീമിദ്ദീൻ. ദീൻ എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നത് ജിബ്രീൽ വന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഹദീസാണ്. ചിലരൊക്കെ ചോദിക്കും, ചില ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താ ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? എത്രയോ അധികം ആളുകൾ നമ്മളോട് ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കതിന് പറയാനുള്ളത് ഹദീസ് ജിബ്രീൽ ഫീ തഅലീമിദ്ദീൻ ഇതാണ്. ഇസ്ലാമിനെ കുറിച്ച് പ്രാഥമികമായി അറിയാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് മാത്രമാണ്. ഇതങ്ങ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അള്ളാഹ് അയാൾക്ക് തൗഫീഖ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പിന്നെ ബാക്കി അയാൾ പഠിച്ചോളൂ. പിന്നെ അയാൾക്ക് നമ്മൾ സഹായം ചെയ്തു കൊടുത്താൽ മതി.
ഇതിന്റെ ബാക്കി എവിടുന്നാ കിട്ടുക, ബാക്കി എങ്ങനെയാണ്, എന്താണ് തുഖീമസ്സല എന്ന് പറഞ്ഞല്ലോ, എങ്ങനെ ഇഖാമുസ്സല, തൂത്തിയ സക്കാത്ത് എന്ന് പറഞ്ഞല്ലോ, എന്തിനൊക്കെ സക്കാത്ത്, എത്രയൊക്കെയാണ് സക്കാത്ത്, ആർക്കൊക്കെ കൊടുക്കേണ്ടത്, സസൂമ റമദാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് തുടങ്ങി, എപ്പോഴാണ് അവസാനിക്കുക, അന്നത്തെ നോമ്പ് എങ്ങനെയാണ്, എപ്പോൾ തുടങ്ങി, എങ്ങനെ പറ്റും, എന്തൊക്കെ പറ്റൂല, അതൊക്കെ പിന്നെ അയാൾ ചോദിക്കുമ്പോ കിത്മാനുൽ ഇൽം, ആ അറിവ് അയാളിൽ നിന്ന് മറച്ചു വെക്കാൻ പാടില്ല, പറഞ്ഞു കൊടുക്കണം. അല്ലാതെ വേറെ കുറെ ഗീതയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ബൈബിളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വേദങ്ങളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ആരണ്യകങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മോഡേൺ സയൻസ് പറഞ്ഞു, മോറിസ് ബുക്കായി പറഞ്ഞു, അല്ലെങ്കിൽ വേറുള്ളവർ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞിട്ട് ഒരാളെ തലയിൽ അടിച്ച് കയറ്റി അയാളെ മുസ്ലിമാക്കി കൊണ്ടുവരാം എന്ന് ധരിക്കുന്നത് മൂഢത്വമാണ്. അത് അടിസ്ഥാനപരമായി തന്നെ ആ സങ്കല്പം തെറ്റാണ്. അതിനു പുറമെ അത് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. നമ്മളോട് കൽപ്പിച്ചത് ജിബ്രീൽ വന്നിട്ട് ദീൻ പഠിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തന്നു. ദീൻ എന്ന് പറഞ്ഞാൽ അതിന് 3 മർത്തബകളാണ്. ഒന്ന് അതിന്റെ ബാഹ്യമായ ഇസ്ലാം, മറ്റൊന്ന് അതിന്റെ ആന്തരികമായ ഈമാൻ, മറ്റൊന്ന് അതിന്റെ ഇഹ്സാൻ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പെർഫെക്ഷൻ. അതിങ്ങനെ ഈ 2 അവസ്ഥയിൽ. പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് പരലോകത്തേക്ക് വേണ്ടി. എന്നാ പരലോകം ആർക്കും പറയാൻ പറ്റില്ല. എന്നാൽ അതിന് അടയാളങ്ങളിൽ ഉണ്ട്. എന്തൊക്കെയാണ് അടയാളം? അതിന് ഇന്നൊക്കെ അതിന്റെ അടയാളം. ഇത്രയും പറഞ്ഞു കൊടുത്ത നമ്മളെ ബാധ്യത തീർന്നു. പിന്നെ അതിന്മേൽ ബാക്കി കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് അയാളുടെ താല്പര്യമാണ്. അയാൾക്ക് ആ താല്പര്യം തോന്നണമെങ്കിൽ ഇതിന് കേൾക്കുമ്പോൾ അയാളുടെ മനസ്സിൽ വെളിച്ചമുണ്ടാവും. ആ വെളിച്ചം അയാൾക്ക് അതിനെ നിരോധിക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ അയാൾക്ക് സാധിക്കൂല. മറിച്ച് സിദ്ഖില്ലാത്ത, സത്യസന്ധതല്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ, കറപ്റ്റഡായ ഒരു മനുഷ്യനാണെങ്കിൽ, ഫിത്രത്തിനുമേൽ പലതരത്തിലും കറകളുടെയും പങ്കങ്ങളുടെയും ഒരുപാട് ലെയറുകൾ മൂടിക്കഴിഞ്ഞ ഒരു മനുഷ്യനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കേട്ടെങ്ങനെ പോകും. ആളെന്നെ ധരിച്ചു. ആളെ പിന്നാലെ നിങ്ങൾ പിന്നെ വേദായിട്ടോ അല്ലെങ്കിൽ പിന്നെ ഗീതയായിട്ടോ എന്തു വെച്ച് നടന്നിട്ടൊരു കാര്യമല്ല. നമുക്കതിന്റെ ബാധ്യതയില്ല. ഇത്ര അതിന്റെ കാര്യമുള്ളൂ. ഇത് വളരെ സമ്പൂർണമായൊരു പ്രതിപാദനമാണ്. ദീനിന്റെ എല്ലാ വശങ്ങളും വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ കാര്യങ്ങൾ എലോബറേറ്റ് ചെയ്ത് അതിന്റെ പ്രയോഗ രീതികൾ അയാൾ പഠിക്കുക മാത്രമേ ആവശ്യമുള്ളൂ. എല്ലാ സംഗതി ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം കിതാബ് തൗഹീദുമായി ബന്ധപ്പെടുന്ന കാര്യം എന്താണ്? ഖദർ നിഷേധിക്കുക എന്നുള്ളത് അത് ഈമാനിനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഈമാൻ ഒരാൾക്കുണ്ട് എന്ന് പറയണമെങ്കിൽ ഖദറിലുള്ള വിശ്വാസം അയാൾക്ക് നിർബന്ധമാണ്. കാരണം ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആദ്യഘട്ടത്തിൽ ദീൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട രീതി ജിബ്രീൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ രണ്ടാമത് ചോദിക്കുന്നു, എന്താണ് ഈമാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈമാൻ എന്ന് പറഞ്ഞാൽ അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വതുഅ്മിന ബിൽ ഖദർ ഖൈരിഹി വശർരിഹി. അതുകൊണ്ട് ഈ ഖദറിനെ ഒരാൾ നിഷേധിച്ചാൽ അവർക്ക് ശക്തമായ താക്കീത്, ഈമാൻ ഇല്ല, ദീനിൽ നിന്ന് പുറത്താണ്, അയാൾ നരകത്തിലാണ്. ഈ കാര്യം പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നൊരാൾ നിഷേധിച്ചാൽ അയാൾ അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ് ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയ. നിങ്ങൾ അല്ലാഹു നൽകിയിട്ടുള്ള കിതാബിൽ നിന്ന് ചിലത് സ്വീകരിച്ച് ചിലത് നിങ്ങൾ തള്ളുന്നു. അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ദുനിയാവിൽ അയാൾക്ക് വളരെ അപമാനകരമായ ശിക്ഷയാണ് ഉണ്ടാകുക. പരലോകത്ത് നരകത്തിലേക്ക് അയാളെ കൊണ്ടുപോയിടും. അതിലയാൾ ശാശ്വതനുമായിരിക്കും എന്നുള്ളതാണ്. അത് പറഞ്ഞതിന് ശേഷം പിന്നീട് രണ്ടാമതായി തെളിവ് പറഞ്ഞു. അൻ ഉബാദത ഇബ്നു സ്വാമിത്, ഉബാദത ഇബ്നു സ്വാമിത് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായ അന്നഹു ഖാല ലിഇബ്നിഹി, അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകന്റെ പേര് വലീദ് ഇബ്നു ഉബാദ ഇബ്നു സ്വാമിത്. ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞു. എപ്പോഴാണത്? ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് രോഗം പിടിപെട്ട് മരണമാസന്നമായി കിടക്കുകയാണ്. മരണത്തിന്റെ ലക്ഷണങ്ങൾ അദ്ദേഹത്തിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ മകനായ വലീദ് വന്നുകൊണ്ട് ചോദിക്കുന്നു, വാപ്പ എനിക്ക് നിങ്ങൾ വസിയത്ത് തരണം. ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ വാപ്പ ഏതാണ്ട് മരിച്ചു പിരിയാനായിട്ടുണ്ട് എന്ന് തോന്നിയപ്പോ വസിയത്ത് ചോദിക്കുകയാണ്. വസിയത്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരുടെ മനസ്സിൽ ഉടനെ വരിക സ്വത്ത് ഏതൊക്കെ ഇരിക്കുള്ളതൊന്ന് പ്രത്യേകം പറഞ്ഞു തരി എന്ന് ചോദിക്കുക എന്നാണ് നമ്മുടെ മനസ്സിൽ തോന്നുക. അതല്ല സഹാബത്തിൻ്റെത്.
അങ്ങനത്തെ എന്തെങ്കിലും ഇടപാട് സംബന്ധമായ കാര്യങ്ങൾ എഴുതി വെക്കാറുണ്ടെങ്കിൽ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടാകും, അത് വേണ്ടത് തന്നെ. പക്ഷേ വസിയ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസിയ്യത്ത് എന്താണ്? അത് പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നതും ചോദിക്കുന്നതുമായ വസിയ്യത്താണ്. അതുകൊണ്ട് അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞു, യാ ബുനൈ, വസിയ്യത്ത് ചോദിച്ചപ്പോൾ, മകനെ, ഇന്നക ലൻ തജിദ തഅമൽ ഈമാൻ, ഈമാന് ഒരു മാധുര്യമുണ്ട്, അത് നിനക്ക് അനുഭവിക്കുക സാധ്യമല്ല. അവിടെ അത് രണ്ട് കാര്യം, ഒന്നിവിടെ പറയാൻ പോകുന്നത് ഈമാനാണ് എന്നതിലുണ്ട്, രണ്ടാമത്തേത് ഈമാനിന് ഒരു മാധുര്യമുണ്ട് എന്നുള്ളത്. ഈമാനിന്റെ മാധുര്യം ഒരാൾക്ക് ശരിക്ക് കിട്ടണമെങ്കിൽ അതിന് ഈമാനിന്റെ ഒരു രുചിയുണ്ട്. ആ രുചി ശരിക്ക് നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യം വേണം. എന്താണത്? ഹത്താ തഅലം, നിനക്ക് നല്ല ഉത്തമമായ ബോധ്യം വരണം. ഒരു ചെറിയ ധാരണ അവിടുന്ന് ആളങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വേറൊരാളൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു എന്നുള്ള ഒരു ചെറിയ അവ്യക്തമായ ധാരണയല്ല, മറിച്ച് ഇൽമ്, ഉത്തമമായ ബോധ്യം, വിശ്വാസം, അത് വേണം. എന്താണത്? അന്നമാ അസ്വാബക്, നിന്നെ ബാധിച്ചു കഴിഞ്ഞ ഒരു കാര്യവും ലം യകുൻ ലിയുഖ്തിഅക്, അത് നിന്നിൽ നിന്ന് തെന്നിപ്പോകുന്നതല്ല, തെന്നിപ്പോകാനുള്ളതല്ല, അത് നിനക്ക് ബാധിക്കുക തന്നെ ചെയ്തിരിക്കും. നിങ്ങൾ കരുതുന്നുണ്ടാകും ഒരു കാര്യം സംഭവിക്കുമ്പോ അത് യാദൃച്ഛികമായി അങ്ങനെ തട്ടിത്തിരിഞ്ഞിട്ട് അങ്ങോട്ട് അതിലാണ് പോയി വീണു, സംഭവിച്ചു. അല്ല, ഇതൊക്കെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതനുസരിച്ചു മാത്രം സംഭവിച്ചതാണ്, പുലർന്നിട്ടുള്ളതാണ്. ഈ ബോധ്യമാണ്. ഈ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് സംഭവിച്ചു കഴിയുന്ന കാര്യം അതൊരു ആപത്താണെങ്കിൽ അതിൽ ഭയങ്കരമായി നമ്മൾ ഖേദിക്കുകയും നിരാശപ്പെടുകയും ചെയ്യുന്നത്. സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യം വളരെ സന്തോഷകരമായ ഒരു കാര്യമാകുമ്പോൾ സന്തോഷം കൊണ്ട് ഒരാൾ ഉന്മത്തനാകുന്നത് ഒക്കെ എന്താണ്? ഇതൊക്കെ എങ്ങനെയോ തട്ടിത്തിരിഞ്ഞയക്കേണ്ട എത്തിപ്പെട്ടു എന്നുള്ളത് അർത്ഥമല്ല. അത് ആ മനസ്സൊന്നും വേണ്ട. ഈ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ആസൂത്രണം ചെയ്തതനുസരിച്ച് മാത്രമാണ് വന്നിട്ടുള്ളത്. ഇത് അള്ളാഹുവിന്റെ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ളതും അവൻ ലൗഹിൽ രേഖപ്പെടുത്തി വെപ്പിച്ചിട്ടുള്ളതും, അങ്ങനെ അവന്റെ പദ്ധതി പ്രകാരം അതതിന്റെ സന്ദർഭം വന്നപ്പോൾ അവൻ ആവുക, ഉണ്ടാവുക എന്ന അവന്റെ കലിമത്തുൽ ഖൽഖി വത്തക്വീൻ, കുൻ എന്ന വചനത്താൽ അവൻ ഉണ്ടാക്കി തീർത്തിട്ടുള്ളതും മാത്രമാണ്. അല്ലാതെ തട്ടിത്തിരിഞ്ഞ് വെല്ലണ്ട ആയിപ്പെട്ടു വന്നൊരു സംഭവം അല്ല ഇത്. അതുകൊണ്ട് നിന്നെ ഒരു കാര്യം ബാധിച്ചു, അത് നിന്നിൽ നിന്ന് ഒരിക്കലും തെന്നിമാറാനുള്ളതല്ല, അത് നിന്നിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് നിനക്ക് ഹൈറായി ഗുണമായി തോന്നുന്ന കാര്യമാണെങ്കിൽ നീ വല്ലാതെ ഉന്മത്തനാകണ്ട. അത് നേരത്തെ അള്ളാന്റെ ഇൽമിലുള്ളതാണ്, അള്ളാന്റെ പദ്ധതിയിലുള്ളതാണ്, രേഖപ്പെടുത്തി വെച്ചതാണ്. അതിന്റെ സമയമായി അവൻ പുലർത്തി, അത്രയേ ഉള്ളൂ. ഇനി അതല്ല, അത് ദുഃഖകരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിലോ വല്ലാതെ നീ നിരാശപ്പെടണ്ട. ഇത് അള്ളാഹ് പ്രത്യേകമായ ലക്ഷ്യപ്രകാരം അവന്റെ പദ്ധതി പ്രകാരം ഉണ്ടാക്കിയതാണ്. അത് നീ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നീ എങ്ങനെ പോയാലും അത് നിന്റെ തലയിൽ വീഴുക തന്നെ ചെയ്തിരിക്കും. വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക്, അതുപോലെ നിനക്ക് ഉത്തമ ബോധ്യമുണ്ടായിരിക്കേണ്ടത്, നീ ഉറച്ചു വിശ്വസിക്കേണ്ടതായ കാര്യം, ഏതെങ്കിലും ഒരു വിഷയം നിന്നിൽ നിന്ന് തെന്നിമാറിപ്പോയി എങ്കിൽ ലം യകുൻ ലിയുസീബക്, അത് നിനക്ക് കിട്ടാനുള്ളതായിരുന്നില്ല. ഒരു കാര്യം നമ്മളത് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ശരിക്ക് പ്ലാൻ ചെയ്തു 2 വർഷമായി അതിന്റെ പിന്നാലെ കറക്കി നടക്കുകയാണ്. അവസാനം വന്നപ്പോ അത് നമുക്ക് കിട്ടാതെ നമ്മളിൽ നിന്ന് അതെന്ത് ചെയ്ത് തെന്നിമാറി. നിരാശപ്പെടണ്ട. അത് നീ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, അന്ന് മറ്റാരെയും കൂടി കണ്ടിരുന്നുവെങ്കിൽ, അന്ന് ഇങ്ങനെയും കൂടി ശുപാർശ പറയിപ്പിച്ചു. ആ ചോദ്യത്തിന്, ആ ചിന്തക്ക് ഒരർത്ഥമല്ല. കാരണം ഇത് നിന്റെ ഈ പ്ലാനോ നിന്റെ ഈ പദ്ധതിയോ നിന്റെ ആസൂത്രണമോ നിന്റെ കൂലന്തിരിയോ ഒന്നും അല്ല ഇതിന്റെ അടിസ്ഥാനം. ഇത് അള്ളാഹ് നേരത്തെ അവന്റെ എൽമിൽ കഴിഞ്ഞാണ്. നിനക്കത് ബാധിക്കുണ്ടാവരുത്, കിട്ടരുത്. അല്ല, ഒരു മോശപ്പെട്ട കാര്യമാണെങ്കിൽ തന്നെ അത് നിന്നെ ബാധിക്കരുത്, അള്ളാഹ് നേരത്തെ കണക്കാക്കിയതാണ്. അത് അള്ളാഹ് ലൗഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് അതിന്റെ സമയം വന്നപ്പോ ആ മുൻകൂട്ടിയുള്ള പദ്ധതി പ്രകാരം, മുൻനിർണയ പ്രകാരം, മുൻനിശ്ചയ പ്രകാരം അള്ളാഹു അതിനെ ആ വിധത്തിൽ അങ്ങോട്ട് സംവിധാനിച്ചതാണ് എന്ന് നീ മനസ്സിലാക്കണം. അപ്പോ നമ്മെ ബാധിച്ചൊരു കാര്യം നമ്മെ ബാധിക്കാതെ തെന്നിമാറുന്ന പ്രശ്നമില്ല. നമ്മെ ബാധിക്കാതെ നമ്മളിൽ നിന്ന് തെന്നിമാറിപ്പോയൊരു കാര്യം അത് നമുക്ക് കിട്ടുകയോ അല്ലെങ്കിൽ നമ്മെ ബാധിക്കുകയോ ചെയ്യുന്ന വിഷയം അതുമില്ല.
ഇത് അറിയാന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അത് ശരിക്കാണ് വിശ്വസിക്കുക, അറിഞ്ഞ് ഉത്തമ ബോധ്യത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഖദറിന്റെ ഫലാണ്. ഖദറിലും ഖദറിലും ഒരാൾ വിശ്വസിച്ചാൽ അയാൾക്ക് ഈ ബോധ്യം ഉണ്ടാകും, ഈ വിശ്വാസം ഉണ്ടാകും. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അക്ഷോഭ്യനായിരിക്കും, അയാളുടെ മനസ്സ് ശാന്തമായിരിക്കും. അയാൾ എപ്പോഴും ഈ കാര്യങ്ങളെല്ലാം തന്നെ ആസൂത്രണം ചെയ്തിട്ടുള്ള അള്ളാഹുവിൽ തന്റെ മനസ്സും തന്റെ മുഖവും തന്റെ മനസ്സും അവനിലേക്ക് തിരിച്ചു വെക്കും. അവൻ ചെയ്തു തരുന്ന നന്മകൾക്ക് അള്ളാഹുവിന്റെ ശുക്ർ കാണിക്കും. അവൻ നമുക്ക് വരുത്തി വെച്ചിട്ടുള്ള ഏതെങ്കിലും പ്രയാസങ്ങളായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് വലിയതായ ലക്ഷ്യങ്ങൾ അവന് വേറെ ഉണ്ടായിരിക്കും. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹ്, അതിന് അള്ളാഹുവിനെ സ്തുതിക്കും, സന്തോഷപൂർവ്വം അത് ഏറ്റുവാങ്ങും. അയാൾ വളരെ ഇൻഡിഫറന്റ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. മറിച്ച് ഖദറിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഈ ധാരണ, ഈ ഉറച്ച ധാരണ അയാൾക്ക് വരില്ല. വരാതിരിക്കുമ്പോ ഒരു ഗുണം കിട്ടുന്നതോടുകൂടി ചാടിക്കളിച്ച് ചെണ്ടെടുത്ത് കൊട്ടിയിട്ട് നടക്കും. അല്ല, ഒരു ചെറിയ ദോഷം ബാധിക്കുമ്പോഴോ വെപ്രാളപ്പെട്ട് നിരാശപ്പെട്ട് മുഖം കുത്തി കിടക്കും. ഇത് രണ്ടിനും ആവശ്യമില്ല. ഒരു മനുഷ്യൻ അക്ഷോഭ്യനായി ശാന്തനായി വളരെ സമാധാനത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്നത് ഈമാൻ അയാൾക്ക് പൂർണ്ണമാകുമ്പോഴാണ്. ആ ഈമാൻ പൂർണ്ണമാകുന്നതിൽ ഈ ഖദറിലുള്ള വിശ്വാസം അനിവാര്യമാണ്. ഖദറിലുള്ള വിശ്വാസം അയാൾക്കുണ്ടാകുമ്പോൾ അയാൾക്ക് നൽകുന്ന ഉറച്ച ധാരണ, ഈ സംഭവിച്ചത് അത് ആർക്കും തട്ടിമാറ്റാൻ സാധ്യമല്ല. അള്ളാഹ് മുൻകൂട്ടി അറിഞ്ഞ, അള്ളാഹിന്റെ ഇൽമിൽ മുൻകഴിഞ്ഞ, അവൻ ലൗഹിൽ രേഖപ്പെടുത്തിയ അവന്റെ പദ്ധതി പ്രകാരം നടന്നതാണ്. ഇതാർക്ക് മാറ്റാൻ പറ്റും? മാറ്റാൻ പറ്റില്ല. എനിക്കത് ദോഷമായി തോന്നുന്നുണ്ടെങ്കിലും, താൽക്കാലികമായി അത് ദോഷമാണെങ്കിലും അതിന്റെ പിന്നിൽ വേറെ അള്ളാഹ് എനിക്ക് ഗുണം കൊണ്ടുവരാനുണ്ടാകും. അള്ളാഹ് എന്ത് തന്നാലും അത് സന്തോഷപൂർവ്വം കൈനീട്ടി വാങ്ങുക. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. അയാൾ അക്ഷോഭ്യനാണ്, അയാൾ സമാധാനത്തിലാണ്, അയാൾ ആലോചനപ്പെടുത്താനൊന്നുമില്ല. അതാണ് വിശ്വാസിയുടെ മനസ്സ്. വിശ്വാസം ആ മനസ്സിന് നൽകുന്ന സമാധാനം അതാണ്. ഇനി സന്തോഷമാണെങ്കിലും അൽഹംദുലില്ലാഹ് അല്ലദീ ബിനിഅമതിഹി തത്തിമ്മു സ്വാലിഹാത്ത്, അതെനിക്ക് കിട്ടി. അള്ളാഹ് നേരത്തെ കൂട്ടി അവന്റെ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞതാണ്. അവന്റെ പദ്ധതിയിൽ മുൻനിശ്ചയപ്രകാരം മുൻനിർണയപ്രകാരം അവൻ രേഖപ്പെടുത്തി വെച്ചതാണ്. അതിന്റെ സമയം വന്നു, അവന്റെ മശീയത്ത് കൊണ്ട് അത് എനിക്ക് പുലർന്നു. അൽഹംദുലില്ലാഹ്. ഇനി അതിന്മേൽ എനിക്കുള്ള ബാധ്യത, ആ നിഅമത്ത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ആദ്യം അത് മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നു, നാവ് കൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നു. എന്നിട്ട് മാത്രമല്ല, അവൻ ഇതെനിക്ക് നൽകിയവൻ അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മാത്രം അത് ചെലവഴിക്കുന്നു. ആ നിനക്ക് ശുക്ർ ചെയ്ത് അദ്ദേഹം ജീവിക്കുന്നു. രണ്ടവസ്ഥയിലും അയാളുടെ മനസ്സ് വളരെ ഹാർമോണിയസ് ആണ്. അതിന് താളപ്പിഴകളില്ല, അത് പ്രക്ഷുബ്ധമല്ല, അവിടെ കലങ്ങി മറിയുന്നില്ല. ശാന്തമായി മുന്നോട്ട് പോകാൻ സാധിക്കും. സന്തോഷപൂർവ്വം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മറ്റേത് ഇടയ്ക്കിടയ്ക്ക് കാർഡിയോളജിസ്റ്റുകളെ പോയി കാണേണ്ടി വരും, ഗുളിക കുറച്ച് തോനെ കഴിക്കേണ്ടി വരും. മനസ്സ് ഈ ഈമാൻ ഉൾക്കൊണ്ടാൽ ആ മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ അത് കലങ്ങിയ മനസ്സല്ല, വളരെ സെറീനായിരിക്കും, വളരെ തെളിഞ്ഞ മനസ്സ്, ശാന്തമായ മനസ്സ്, അക്ഷോഭ്യമായ മനസ്സ്. ആൾ വെപ്രാളപ്പെടൂല. ഈ വെപ്രാളം കാണിക്കുന്ന ആൾക്കാരൊക്കെ ഖദറിലുള്ള വിശ്വാസം വീണ്ടും വീണ്ടും നിങ്ങൾ പരിശോധിക്കണം. തൗഹീദ്, തഖ്ദീർ, തവക്കുൽ, ഇത് മൂന്ന് പരസ്പരം ബന്ധപ്പെട്ടതാണ്. അതേ സംബന്ധിച്ച് നേരത്തെ ഒരു ദർസ് കഴിഞ്ഞു പോയിട്ടുണ്ട്, അത് നിങ്ങൾ വീണ്ടും കേൾക്കണം. അതാണ് ഈ വിഷയത്തിലുള്ളത്. എന്നിട്ട് അദ്ദേഹം ഈ കാര്യം പറഞ്ഞു. ഇതതിന്റെ സമറത്താണ്. അൽ ഈമാനു ബിൽ ഖദർ, ഖദറിലുള്ള വിശ്വാസത്തിന്റെ സമറ, അതിന്റെ റിസൾട്ടാണ് ഈ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഉബാദത്ത് ബിൻ സ്വാമിത്ത് തന്റെ മകൻ ഉപദേശിക്കുന്നു. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന അവ്വല മാ ഖലഖല്ലാഹുൽ ഖലം, അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത് ഖലമിനെയാണ്. ആ വചനം സഹാബിയന്റെ ശറഹില് അതിന്റെ രണ്ട് വ്യാഖ്യാനങ്ങളും വിശദമായി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതിന് രണ്ട് രൂപത്തില് വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്, ശർഹുകൾ വന്നിട്ടുണ്ട്. അള്ളാഹു ഖലമിനെ സൃഷ്ടിച്ച ആദ്യത്തിൽ തന്നെ ഖലമിനോട് പറഞ്ഞു ഉക്തുബ് എന്നതിനർത്ഥം പറയുന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. അല്ലെങ്കിൽ ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് അവന്റെ സൃഷ്ടിപ്രപഞ്ചത്തിൽ, അവന്റെ സൃഷ്ടികളിൽ നിന്നുള്ള ആദ്യ സൃഷ്ടിയേത്, അത് ഖലമാണ് എന്നും അതിന് വ്യാഖ്യാനം വന്നിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി ആദ്യമായി പേനയെ സൃഷ്ടിച്ചു എന്നുള്ള വ്യാഖ്യാനത്തെ അല്ല തർജ്ജീഹ് ചെയ്തത്, മറിച്ചാണ് പേനയെ സൃഷ്ടിച്ച ആദ്യ സമയത്ത് തന്നെ പേനയ്ക്ക് അമ്മ കൽപ്പന കൊടുത്തു രേഖപ്പെടുത്താൻ എന്നാണ് ഷെയ്ഖ് അൽബാനിയുടെ പക്ഷം. ഇവിടെ മുസന്നിഫ് റഹിമഹുല്ലാഹ്
ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇവിടെ തർജീഹ് ചെയ്യുന്ന മറിച്ചാണ്. അദ്ദേഹം ഇതിനെ കുറിച്ച് തർജീഹ് ചെയ്യുന്ന മറിച്ചാണെന്ന് ഞാൻ പറഞ്ഞത് മസായിലുകളിൽ അത് ഉൾപ്പെടുത്തിയതുകൊണ്ടാണ്. എന്താ അദ്ദേഹം മസാലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അള്ളാഹ് അവന്റെ സൃഷ്ടികളായിട്ട് ആദ്യം സൃഷ്ടിച്ച സൃഷ്ടി കലമാണ് എന്ന് മസാലയിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് അള്ളാഹിന്റെ സൃഷ്ടികളിൽ ആദ്യത്തെ സൃഷ്ടി കലമാണ് എന്നുള്ള പക്ഷക്കാരനാണ്. ആ ഹദീസിന് രണ്ട് രൂപത്തിലും വ്യാഖ്യാനങ്ങളുണ്ട്. ആകട്ടെ, ഏതാണെങ്കിലും അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് പേരയെയാണ്. ഫഖാല ലഹു, അങ്ങനെ അപ്പം മുസന്നിഫ് ഇവിടെ വ്യാഖ്യാനിച്ച് അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്ത് പോകുന്നതനുസരിച്ച് അർത്ഥം പറഞ്ഞാൽ ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലം, അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത് കലമിനെയാണ്. ഫഖാല ലഹു, എന്നിട്ട് അള്ളാഹു ആ കലമിനോട് ആജ്ഞാപിച്ചു, ഉക്തുബ്, രേഖപ്പെടുത്തിക്കൊള്ളുക. ഫഖാൽ, അപ്പോൾ ആ കലമ് പറഞ്ഞു, യാ ഫഖാല റബ്ബി വമാദ അക്തുബ്, റബ്ബേ എന്താണ് ഞാൻ രേഖപ്പെടുത്തേണ്ടത്? ഖാൽ, അള്ളാഹു പറഞ്ഞു, ഉക്തുബ് മഖാദീറ കുല്ലി ഷൈ ഹത്ത തഖൂമ അസ്സാഅ, എല്ലാ കാര്യങ്ങളുടെയും ഖദറുകൾ നീ രേഖപ്പെടുത്തണം. എല്ലാ വസ്തുക്കളും എല്ലാ വസ്തുതകളുടെയും കാര്യം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അത് മുൻനിർണയം ചെയ്തിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ ഇൽമിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ളതാണ്, മുൻനിർണയം ചെയ്തിട്ടുള്ളതാണ്, മുൻനിശ്ചയം നടത്തിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സൃഷ്ടിജാലങ്ങളെ സംബന്ധിച്ച് മുൻനിർണയം ചെയ്യപ്പെട്ടിട്ടുള്ള മഖാദീറുകൾ, മുൻനിശ്ചയം ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അവക്ക് കണക്കാക്കിയിട്ടുള്ള വിധികൾ, അത് നീ രേഖപ്പെടുത്തണം. അത് ഏതുവരെയുള്ള വസ്തുക്കളുടെ ഹത്താ തഖൂമ അസ്സാഅ, സാഅത്ത് നിലവിൽ വരുന്നത് വരെ, ഖിയാമത്ത് നാൾ നിലവിൽ വരുന്നത്, ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ വസ്തുക്കളുടെയും വസ്തുതകളുടെയും കാര്യങ്ങൾ, അവയുടെ വിധികൾ അള്ളാന്റെ ഇൽമിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ളതാണ്. അത് അള്ളാഹ് മുൻനിർണയം ചെയ്തിട്ടുള്ളതാണ്. അവയുടെ മുഴുവൻ വിധികളും മുൻനിശ്ചയം നടത്തിയിട്ടുള്ളതാണ്. അതങ്ങ് രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി പറഞ്ഞു. യാ ബുനൈ, ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, മകനെ, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ മാത അലാ ഗൈരി ഹാദാ, ഒരാൾ ഈ വിശ്വാസത്തിലല്ലാതെ മരണപ്പെട്ടു പോയാൽ ഫലൈസ മിന്നി, അയാൾ ഇതിൽപ്പെട്ടവനല്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇബ്നു ഉമർ അവരിൽ നിന്ന് ബറാഅത്ത് രേഖപ്പെടുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരക്കാരിൽ നിന്ന് ബറാഅത്ത് രേഖപ്പെടുത്തിയതിനെ പിന്തുടരുക മാത്രമായിരുന്നു. അതുകൊണ്ട് എല്ലാ സൃഷ്ടികളുടെയും, ആ സൃഷ്ടികൾ വസ്തുക്കളാകട്ടെ വസ്തുതകളാകട്ടെ, ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും കാര്യങ്ങൾ അത് അള്ളാഹ് മുൻനിർണയം നടത്തിയിട്ടുണ്ട്. അവയുടെ വിധികൾ മുൻനിശ്ചയം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് അള്ളാഹുവിന്റെ ഇൽമിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ളതാണ്. അത് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും മഖാദീറുകൾ, വിധികൾ, അത് രേഖപ്പെടുത്താൻ, ലൗഹിൽ രേഖപ്പെടുത്താൻ അള്ളാഹു പറഞ്ഞു. ആ ലൗഹിൽ രേഖപ്പെടുത്തിയ, അവന്റെ ഇൽമിൽ മുൻകഴിഞ്ഞത് ലൗഹിൽ രേഖപ്പെടുത്തിയത് അവൻ എന്ത് ചെയ്യുന്നു? നടപ്പിലാക്കുന്നു. അതിന്റെ സമയം അതെങ്ങനെ നടപ്പിലാക്കുന്നത്? അവന്റെ കലിമത്തുൽ ഖൽഖ് വ തക്ബീർ കൊണ്ട്. ഇത് വിശ്വസിക്കണം. ഇതിലല്ലാതെ ഒരാൾ മരണപ്പെട്ടു പോയാൽ ഫലൈസ മിന്നീ, അവൻ എന്നിൽപ്പെട്ടവനല്ല. അവൻ മുഹമ്മദ് നബിയുടെ അഖീദയിലോ മൻഹജിലോ മില്ലത്തിലോ അല്ല മരണപ്പെട്ടു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളിൽ നിന്ന് ബറാഅത്ത് രേഖപ്പെടുത്തി. ഇത് വിശ്വസിച്ചാൽ അതിന്റെ ഫലം എന്താണ്? അതിന്റെ ഫലം അയാളുടെ മനസ്സ് ശാന്തമായി കിടന്നു. വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വിജയം ജീവിതത്തിൽ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇൽമിൽ മുൻകഴിഞ്ഞത്, അവന്റെ ആസൂത്രണത്തിൽ, അവന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അവൻ മുൻനിശ്ചയം ചെയ്തിട്ടുള്ളത്, മുൻനിർണയം ചെയ്തിട്ടുള്ളത്, ലൗഹിൽ രേഖപ്പെടുത്തിയത്, അവൻ അതിന്റെ സമയമായപ്പോൾ അവൻ പുലർത്തി. അതിൽ അവന് ചില ഹിക്മത്തുകൾ ഉണ്ടാകും. ഇതെന്റെ കയ്യിൽ വരുന്ന മുറക്ക് എനിക്കുള്ള ബാധ്യത ഞാൻ അല്ലാഹുവിന്റെ ശുക്ർ ചെയ്യലാണ്, ഞാനത് ശുക്ർ ചെയ്യും. അത്ര അയാൾക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് അവിടെ തമ്പുരു നീട്ടാനോ ചെണ്ട കൊട്ടാനോ ഒന്നിനും അയാൾ നോക്കണം. ശാന്തനാണ്. ഇനി വലിയൊരു പരീക്ഷണം വന്നു, വലിയൊരു പരീക്ഷണം. താങ്ങാൻ കഴിയില്ലാന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള പരീക്ഷണം താങ്ങാൻ കഴിയണം. ഒരു മുമ്പിന് താങ്ങാൻ കഴിയാത്ത ഒരു സംഗതിയില്ല. ആ പരീക്ഷണം വരുന്ന സമയത്ത് അയാൾ നിരാശപ്പെട്ട് വൈരാത്തുകൾ വിളിക്കല്ല, നാശം വിളിക്കല്ല,
അയാൾ ഇത് അള്ളാന്റെ ഇൽമിൽ മുൻകഴിഞ്ഞതാണ്, അവന്റെ പദ്ധതിയിൽ അവന്റെ ആസൂത്രണത്തിൽ ഉൾപ്പെട്ടതാണ്, അവൻ ലൗഹൽ മുൻകൂട്ടി രേഖപ്പെടുത്തിയതാണ്, മുൻനിർണയം ചെയ്തിട്ടുള്ള കാര്യമാണ്. അതൊരാൾക്കും തട്ടിമാറ്റാൻ കഴിയില്ല. എനിക്കുള്ളത് എന്നെ ബാധിക്കും, ഒരാൾക്കും തട്ടിമാറ്റാൻ കഴിയില്ല. എനിക്കില്ലാത്തൊരു കാര്യം ആരൊക്കെ വിചാരിച്ചാലും എനിക്ക് കണക്കാക്കാത്തത് അത് എനിക്ക് കൊണ്ടുവന്ന് തരാനോ അല്ലെങ്കിൽ എനിക്കുള്ളതാണ് എന്നുള്ള കണക്കാക്കിയ ഒരു കാര്യം എന്നിൽ നിന്ന് തട്ടിമാറ്റാനോ ഒരാൾക്കും സാധ്യമല്ല. അയാളുടെ മനസ്സ് ശാന്തമായി, അയാൾ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ച് ശാന്തമായി ആ കാര്യത്തെ സമീപിക്കാൻ പറ്റും. അതാണ് അയാളുടെ പ്രത്യേകത. അതുകൊണ്ട് ഈ വിശ്വാസത്തിലല്ലാതെ നീ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലൈസ മിന്നി, അങ്ങനെ മരണപ്പെട്ടു പോകുന്ന ഒരു വ്യക്തി എന്നിൽപ്പെട്ടവനല്ല. ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തബ്റാനി മുസ്നദ് ശാമിഈൻ വൽ ബൈഹഖി ഫി സുനനിൽ കുബ്ര, ഇളിയാഉൽ മുഖ്താർ ഇത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈസ്നാദുഹു സഹീഹ്, ഇതിന്റെ സനദ് സഹീഹാണ്. ഇബാദത്തുൽ സ്വാമിത്തിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുള്ള ഈ സംഭവം. അതിനുശേഷം തുടർന്നുകൊണ്ട് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള കാര്യം, വഫീ റിവായത്തിൽ ലി അഹ്മദ് ഇന്ന അവ്വല മാ ഖലഖല്ലാഹു തആല അൽ ഖലം ഫഖാല ലഹു കുതുബ് فجرى في تلك الساعة بما هو كائن إلى يوم القيامة. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുള്ള റിവായത്ത് പ്രകാരം ഇങ്ങനെയാണുള്ളത്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത് പേനയെയാണ്. അൽ ഖലമു ഇന്ന അവ്വല മാ ഖലഖല്ലാഹു തആല അൽ ഖലമു എന്ന് പറയാം. അപ്പൊ അങ്ങനെ വായിക്കാം. അള്ളാഹ് ആദ്യം സൃഷ്ടിച്ചത് പേനയാണ്. അവിടെ അവ്വല എന്ന് പറയുന്നത് മുബ്തദ ഇന്നന്റെ ഇസ്മാണ്, ഖലമു എന്നുള്ളത് ഇന്നന്റെ ഖബറാണ്. മറിച്ചുള്ള വ്യാഖ്യാനത്തിൽ അവിടെ വാചകം പൂർത്തിയാകുന്നില്ല. വാചകം പൂർത്തിയാകുന്നത് ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലമ എന്നാണ് വായിക്കുക. ആദ്യമായി സൃഷ്ടിച്ച ആദ്യ സമയത്ത് അവിടെ അവ്വല എന്നുള്ളത് അത് ജമാനായിട്ടാണ് അപ്പൊ വ്യാഖ്യാനിക്കുക. ഇത് വേറെ വിഷയമാണ്. ഏതാണെങ്കിലും ശരി, ഇവിടെ മുസന്നിഫ് റഹിമഹുല്ലാ പറഞ്ഞ കാര്യം ആദ്യമായി അള്ളാഹ് സൃഷ്ടിച്ച സൃഷ്ടി പേനയാണ് എന്നുള്ളിടത്താണ് മുസന്നിഫുള്ളത്. എന്നാൽ അല്ല എന്നുള്ളൊരു പക്ഷവും മുഹദ്ദിസീങ്ങളുടെ ഇടയിലുണ്ട്. ഏതാണെങ്കിലും ശരി, ആ കാര്യം ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നു. അത് നമ്മൾ വിശദമായി സഹാബിയുടെ ശറഹിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഏതാണെങ്കിലും അള്ളാഹു പേനയെയാണ്, കലമിനെയാണ് ആദ്യമായി സൃഷ്ടിച്ചത്. ഫഖാല ലഹു, എന്നിട്ട് ആ പേനയോട് അള്ളാഹു ആജ്ഞാപിച്ചു, ഉക്തുബ്, നീ രേഖപ്പെടുത്തുക. ഫജറ, അങ്ങനെ പേന ഒഴുകി. ഫജറൽ ഖലം ഫീ തിൽക സഅ, ആ സമയത്ത് അള്ളാഹ് കൽപ്പിച്ച ആ സമയത്ത് പേനയങ്ങ് ഒഴുകി. ബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരേക്കും ഉണ്ടാകാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് പേനയൊഴുകി. അത് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതാണ് ഇമാം അഹ്മദ് മുസ്നദിൽ റിവായത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ വഫീ റിവായത്തിൽ ഇബ്നു വഹ്ബിൻ, ഇബ്നു വഹബിന്റെ റിവായത്തിലുള്ളത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമൻ ലം യുഅ്മിൻ ബിൽ ഖദരി ഖൈരിഹി വശർരിഹി അഹ്റഖഹു അല്ലാഹു ബിന്നാർ. ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ ഈ ഖദറിൽ എല്ലാ വസ്തുക്കളുടെയും വസ്തുതകളുടെയും മുഴുവൻ മഖാദീറുകളും വിധികളും അവയുടെ മുഴുവൻ കാര്യങ്ങളും അവന്റെ അനാദിയായ ഇൽമിൽ മുൻകഴിഞ്ഞു. അവന്റെ പദ്ധതി ഉൾപ്പെടുത്തി അവൻ അത് ലൗഹിൽ രേഖപ്പെടുത്തി വെച്ചു. ആ രേഖപ്പെടുത്തിയ ഇൽമിൽ മുൻകഴിഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുള്ള ലൗഹിൽ രേഖപ്പെടുത്തിയ കാര്യമാണ് അതതിന്റെ സന്ദർഭങ്ങളിൽ അള്ളാന്റെ മശിയത്ത് പ്രകാരം മാത്രം പുലരുന്നത് എന്നുള്ള ഈ വിശ്വാസം ഒരാൾ നടത്തിയിട്ടില്ലെങ്കിൽ, മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ, ഖൈരിഹി വശർരിഹി, ഖദർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് ചിലത് ഖൈറായിട്ട് തോന്നും, അയാൾക്ക് ചിലത് ഷർറായിട്ട് തോന്നും. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് ഖൈറ് ഷർറ് എന്നുള്ളതല്ല. അള്ളാഹിനെ സംബന്ധിച്ചത് ഹിക്മത്താണ്. രണ്ടും സ്വോദ്ദേശപൂർവമായ കാര്യങ്ങളാണ്. അതിലൊരാൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അഹ്റഖഹു അല്ലാഹു ബിന്നാർ, അള്ളാഹു അദ്ദേഹത്തെ തീയിലിട്ട് കരിക്കും, അദ്ദേഹം നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിന്റെ ഇസ്നാദ്. അഥവാ ഇബ്നു വഹബിന്റെ റിവായത്ത് ഏതവസ്ഥയിലും ഹസനിൽ നിന്ന് താഴേക്ക് പോകില്ല എന്നാണ് ഹദീസ് നിരൂപണം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്. സ്വീകാര്യയോഗ്യമാണ്. ഹസനിൽ നിന്ന് ചിലര് പറഞ്ഞു ഹസനിന്റെ മീതെയാണ്, ചിലര് പറഞ്ഞു അത് ഹസനെങ്കിലുമാണ്, ഹസനിൽ നിന്ന് താഴേക്ക് പോകുന്ന പ്രശ്നമില്ല.
ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിന്റെയും ഖുദ്റത്തിന്റെയും പ്രകടനമാണ്, അതിന്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് അൽ ഈമാനു ബിൽ ഖദർ ഖൈരിഹി വ ശർരിഹി. ഖദറിലുള്ള വിശ്വാസം, ഖൈറായിട്ടും ശർറായിട്ടും നമുക്ക് അനുഭവപ്പെടുന്ന, അല്ലാഹ് നമുക്ക് കണക്കാക്കിയിട്ട് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ പുലരുന്നതായ ഈ കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ആ വിശ്വാസം യഥാർത്ഥത്തിൽ എന്തിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്? അത് പ്രതിഫലിപ്പിക്കുന്നത് കമാല ഇൽമിഹി തആല വ കമാല ഖുദ്റതിഹി തബാറക വ തആല, അല്ലാഹുവിന്റെ ഇൽമിന്റെ അറിവിന്റെ പൂർണ്ണതയാണ്, അല്ലാഹുവിന്റെ കഴിവിന്റെ പൂർണ്ണതയാണ്. എല്ലാം അല്ലാഹ് അറിയുന്നു. ഏത് ചെറുതായ കാര്യം കുല്ലിയായിട്ട് അല്ലാഹ് അറിയുന്നത് പോലെ ജുസ്ഇയായിട്ടും അല്ലാഹ് അറിയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മുജ്മലായിട്ട് അറിയുന്നത് പോലെ മുഫസ്സലൻ തഫ്സീലിയായിട്ടും അറിയുന്നു. എല്ലാത്തിനെയും മൊത്തത്തിൽ ഭൂമി ഉണ്ട്, ഭൂമിയിൽ മനുഷ്യരുണ്ട്, അങ്ങനെ മൊത്തമായിട്ട് അല്ലാഹ്ക്ക് അറിയാം, ആണ്, ശരിയാണ്. എന്നാൽ ജുസ്ഇയ്യൻ ഈ ഭൂമിയിലുള്ള ഓരോ വ്യക്തിയും അവന്റെ പേരിൽ, അവന്റെ വാപ്പാന്റെ പേരിൽ, അവന്റെ കുടുംബത്തിന്റെ പേരിൽ എന്ന് മാത്രമല്ല അവന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിൽ അല്ലാഹു അറിയുന്നു. അവന്റെ കിടപ്പറയിൽ അവൻ തനിച്ചാകുമ്പോൾ, അവൻ സമൂഹത്തിലേക്ക് പുറത്തിറങ്ങുമ്പോൾ, അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ആരും കാണാതെ അവൻ ഒരു കുറ്റകൃത്യം നിറവേറ്റുമ്പോൾ എല്ലാം അല്ലാഹ് കാണുന്നു, അല്ലാഹ് അറിയുന്നു, അതിസൂക്ഷ്മമായിട്ട് അറിയുന്നു. അപ്പോ കുല്ലിയൻ വ ജുസ്ഇയ്യൻ വ മുജ്മലൻ വ മുഫസ്സല, അല്ലാഹുവിന്റെ അറിവ് അത്രയും സമ്പൂർണ്ണമാണ്. അതുപോലെ തന്നെ എല്ലാം അല്ലാഹ് അറിയുന്നു. ആ അറിവിൽ നിന്ന് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാൻ പോകുന്ന സൃഷ്ടികൾ, അവയുടെ കാര്യങ്ങൾ എന്തൊക്കെ, എങ്ങനെയൊക്കെ, ഏത് വിധേന എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലമിനെ കൊണ്ട് ലൗഹിൽ എഴുതിച്ചു. ഖലമിനെ സൃഷ്ടിച്ച ഉടനെ തന്നെ അല്ലാഹ് പറയുന്നു ഉക്തുബ്, ആദ്യമായി സൃഷ്ടിച്ച സൃഷ്ടി ഖലമാണെന്നൊരു പക്ഷമുണ്ട്, അത് ഖലമാകട്ടെ, ഇനി അല്ലാതിരിക്കട്ടെ. ഖലമിനോട് അല്ലാഹു പറയുന്നു ഉക്തുബ്, എഴുതുക. അങ്ങനെ പേന ചോദിക്കുന്നു, ഞാൻ എന്തെഴുതണം? അപ്പോൾ പറയുന്നു ബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനുള്ള എല്ലാം എഴുതൂ. മാത്രമല്ല ആ കൽപ്പന കൊടുത്തതോടുകൂടി ഫജറൽ ഖലം ഫജറ ബിമാ ഹുവ ഫജറ ഫീ തിൽക സഅതി ബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ആ വേളയിൽ, ആ നിമിഷത്തിൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാനുള്ള എല്ലാ കാര്യവും പേന ലൗഹിൽ അങ്ങ് രേഖപ്പെടുത്തി. ഈ വിശ്വാസത്തിലല്ലാതെ ഒരാൾ മരണപ്പെട്ടു പോയാൽ നബിയായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധമില്ല. അദ്ദേഹത്തെ വിശ്വാസത്തിന്റെ പേരിൽ അദ്ദേഹവുമായിട്ട് നബിക്കൊരു ബന്ധമില്ല, അയാൾക്ക് നബിയുമായിട്ടൊരു ബന്ധമില്ല. ഇത് അള്ളാഹിന്റെ ഇൽമിന്റെ, ഇത് ഒരു വലിയ കഴിവ് തന്നെയാണ്, ആ ഖുദ്റത്തിന്റേതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വലാഖിന്റെ അവസാനത്തിൽ പറഞ്ഞു അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാത്. ഇവിടെ നമ്മൾ അത്ര ഗാലക്സി ഉണ്ട്, ഇത്ര ഗാലക്സി ഉണ്ട്, അത്ര നക്ഷത്ര സമൂഹങ്ങളുണ്ട്, ഇത്ര നക്ഷത്ര സമൂഹങ്ങളുണ്ട്, ഓരോ നക്ഷത്ര സമൂഹത്തിലും ഇത്ര ലക്ഷങ്ങൾ, മില്യൺ കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ആ ഗാലക്സി സഞ്ചരിക്കുന്നത് ഇത്ര പ്രകാശവർഷം വേഗത്തിലാണ്, അവ തമ്മിലുള്ള അകലം ഇത്ര ദൂരത്തേക്കാണ്, അവ അതിശീഘ്രം ബഹുദൂരം അങ്ങനെ സഞ്ചരിച്ച് പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് ഏതാണ്? അതൊക്കെ ഈ ഒന്നാമത്തെ ആകാശത്തിന്റെ കീഴിലുള്ളത് മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ഭാവന, മനുഷ്യന്റെ അന്വേഷണം, മനുഷ്യന്റെ അനുഭവം, മനുഷ്യന്റെ അറിവ്, മനുഷ്യന്റെ അന്വേഷണം, മനുഷ്യന്റെ ഭാവന ഒക്കെ ഒന്നാനാകാശത്തിന് താഴെയാണ്. ഇങ്ങനെയുള്ള ഒരാകാശം മാത്രമല്ല, അങ്ങനെ 7 ആകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. 7 ആകാശങ്ങളും ഒന്നിനേക്കാൾ വലുതാണ്. ഏറ്റവും ചെറുതാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളുടെ അറിവിലും അന്വേഷണത്തിലും ഭാവനയിലും വരുന്ന ഈ ആകാശത്തിന് കീഴുള്ളത്, ഒന്നാമത്തെ ആകാശത്തിന് കീഴുള്ളത്, അത് ഏറ്റവും ചെറുതാണ്. അതിനേക്കാൾ വലുതാണ് മുകളിലേക്ക് പോകുന്നതോറുള്ളത്. അങ്ങനെ 7 ആകാശങ്ങൾ, അവയിലുള്ള നിവാസികൾ, അവയിലുള്ള ചരാചരങ്ങൾ എല്ലാം ഒന്ന് സൃഷ്ടിച്ചു. വമിനൽ അർളി മിസ്ലഹുൻ, അതുപോലെ തന്നെ ഭൂമിയെ, കീഴ്ലോകത്തെ അവൻ സൃഷ്ടിച്ചു. മിസ്ലഹുൻ, അവയെ 7 ആകാശങ്ങളായി സൃഷ്ടിച്ച അതേപോലെ 7 കീഴ്ലോകങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചു. യതനസ്സലുൽ അംറു ബൈനഹുൻ, യതനസ്സലുൽ അംറു ബൈനഹുൻ, 7 ആകാശങ്ങൾക്കും 7 ഭൂമികൾക്കും ഇടയിലൂടെ അല്ലാഹുവിന്റെ കൽപ്പന ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. 7 ആകാശങ്ങളിലോ 7 ഭൂമികളിലോ അവയിലോ അവക്കിടയിലോ ഉള്ളതായ എന്തെങ്കിലും ഒരു കാര്യം,
അത് പുലരുന്നത് അള്ളാഹുവിന്റെ അമ്ര പ്രകാരമാണ്. സമയമെടുക്കുമ്പോ അള്ളാന്റെ അമ്രം ചെല്ലുന്നു, മശീയത്തിന്റെ അമ്രം, ഖുൻ എന്നുള്ള അമ്രം ചെല്ലുന്നു. സമയമെടുക്കാത്തിടത്തോളം അത് ലൗഹിൽ രേഖപ്പെട്ട് കിടക്കുന്ന അള്ളാഹുവിന്റെ ലൗഹിൽ അവൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ഖദർ മാത്രമാണ്. ലൗഹിലും രേഖപ്പെടുത്തുന്നതിന് മുമ്പ് അതിലൊരു ഘട്ടമുണ്ടായിരുന്നു, അള്ളാന്റെ ഇൽമു മാത്രമാണ്. ആദ്യം ഇതൊക്കെ അള്ളാന്റെ അനാദിയായ ഇൽമ്, ആ ഇൽമിന്റെ ഭാഗം മാത്രമായിരുന്നു. പിന്നീട് ഒരു സമയം വന്നപ്പോൾ അള്ളാഹു ഈ പ്രപഞ്ചവുമായി അഥവാ സൃഷ്ടിപ്രപഞ്ചവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവനും ലൗഹിലേക്ക് പകർത്തിക്കുക കൂടി ചെയ്തു. അപ്പോൾ അത് കിതാബത്തിന്റെ ഘട്ടത്തിലേക്ക്, അത് ഇൽമും ആണ്. ആ ഇൽമ് പിന്നീട് കിതാബത്തുമായി, അള്ളാന്റെ ഇൽമു ഇതുമാണ്, വേറെ കുറെ കാര്യങ്ങളുമാണ്. അതിൽ ആ ഇൽമിൽ നിന്ന് മഖാദീറുമായി ബന്ധപ്പെട്ടത് ലൗഹിൽ കിതാബത്തായി മക്തൂബായി കിടന്നു. ഇനി ആ മക്തൂബായി ലൗഹിൽ കിടക്കുന്നത് അങ്ങനെ കിടക്കും. അതിലൊരു കാര്യം, അതിന്റെ സമയം വരികയാണ്. ഒന്നാമത്തെ ആകാശത്തിൽ, ആ ആകാശത്തിലുള്ള മിൽക്കി വേയിൽ, അതിലുള്ള ഒരു നക്ഷത്രമായ സൂര്യനിൽ, ആ സൂര്യന്റെ 10 ഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ഗ്രഹമായ ഭൂമിയിൽ, ആ ഭൂമിയിലെ 7 വൻകരയിൽപ്പെട്ടിട്ടുള്ള ഏഷ്യയിൽ, അവിടെ ഇന്ത്യയിൽ, അവിടെ കേരളത്തിൽ, അവിടെ മലപ്പുറം ജില്ലയിൽ, അവിടെ പെരിന്തൽമണ്ണ താലൂക്കിൽ, അവിടെ ഇന്ന ബിൽഡിങ്ങിൽ ഇന്ന സമയത്ത് ഇന്ന മനുഷ്യനിരുന്നിട്ട് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം. ഇത് അള്ളാന്റെ ഇൽമിൽ ആദ്യം മുൻകഴിഞ്ഞതാണ്. അത് ലൗഹിൽ രേഖപ്പെടുത്തിയതാണ്. ആ രേഖപ്പെടുത്തിയത് അത്രാം തീയതി അഥവാ 2014 ആണ്ട് പിന്നെ ഓഗസ്റ്റ് മാസം 31 തീയതി ഞായറാഴ്ച ഇത്ര മണിക്ക് ഇവിടെ വെച്ചുകൊണ്ട് ഈ കാര്യം വിശദീകരിക്കണം എന്നത് അള്ളാഹ് രേഖപ്പെടുത്തി. ആ സമയമാകുമ്പോ, സമയമായാൽ ഓട്ടോമാറ്റിക്കലി സ്പോണ്ടാനിയസ്ലി ആ ക്ലാസ് ഇവിടെ നടക്കല്ല ചെയ്യുക, മറിച്ച് അത് നടത്തിക്കുകയാണെന്ന് ചെയ്യുക. അള്ളാന്റെ കൽപ്പന ഉണ്ടാവും, അത് നടക്കട്ടെ. എന്റെ ഇൽമിൽ മുൻകഴിഞ്ഞു പോയ, ഞാൻ ലൗഹിൽ രേഖപ്പെടുത്തിയ എന്റെ ആ മുൻനിർണയം അതിന്റെ സമയമായി, അതുകൊണ്ട് അത് നടക്കട്ടെ. കുൻ അള്ളാന്റെ കൽപ്പനയാണ്. അത് നടക്കുമ്പോ അതങ്ങ് പുലരുന്നു. യതനസ്സലുൽ അംറു ബൈനഹും, അവക്കിടയിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, എന്തിനാണ് ഈ കാര്യം? ഈ കാര്യം യതനസ്സലുൽ അംറു ബൈനഹും ലിതഅലമൂ, നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുറ്റവനാണ്. കമാലു ഖുദ്റത്തി, അവന്റെ കഴിവ് അപാരമാണ്, സമ്പൂർണമാണ്. അവന്റെ ആ സമ്പൂർണമായ കഴിവിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം കിട്ടാനാണ് അള്ളാഹു ഈ കാര്യം നിങ്ങൾ അറിയിച്ചിട്ടുള്ളത്. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, എല്ലാ വസ്തുക്കളെയും, എല്ലാ വസ്തുതകളെയും, മുഴുവൻ കാര്യങ്ങളെയും കുറിച്ച് സസൂക്ഷ്മം ചൂഴ്ന്നറിയുന്നവനാകുന്നു എന്നത് നിങ്ങൾ അറിയാൻ, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു നല്ല ബോധ്യം കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഖളാ ഖദർ എന്ന് പറഞ്ഞാൽ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് കമാല ഖുദ്റത്തിഹി തബാറക വ തആല വ കമാല ഇൽമിഹി തബാറക വ തആല, അല്ലാഹുവിന്റെ അറിവിന്റെയും അള്ളാഹുവിന്റെ കഴിവിന്റെയും പൂർണ്ണതയെയാണ് അത് അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഇമാം അഹ്മദിനോട് ചോദിക്കപ്പെട്ടു ഒരിക്കൽ ഖദറിനെ കുറിച്ച്. അപ്പൊ ഇമാം അഹ്മദ് പറഞ്ഞു, അൽ ഖദറു ഖുദ്റത്തുർ റഹ്മാൻ, ഖദർ എന്ന് പറഞ്ഞാൽ റഹ്മാനായ അള്ളാന്റെ കഴിവാണ്. അതുകൊണ്ട് ഒരാൾ ഖദറിൽ വിശ്വസിക്കുന്നില്ല, അപ്പപ്പ അത് താനുണ്ടാകാൻ അള്ളാഹ് മുൻകൂട്ടി അറിയില്ല, രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനൊന്നും അള്ളാഹ്ക്ക് കഴിയില്ല, അതിനൊന്നുള്ള ഇൽമ് അള്ളാഹ്ക്കില്ല എന്നൊരാൾ നിഷേധിക്കലാണ്. അതുകൊണ്ട് തന്നെ ബഅദുസ്സലഫ് അവർ പറഞ്ഞു, നാദിറുഹും ബിൽ ഇൽം, ഖദറിനെ ആരെങ്കിലും ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ രേഖ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അതാണ് നാദിറുഹും ബിൽ ഇൽം. ഇവിടെ എല്ലാ കാര്യങ്ങളും അള്ളാന്റെ അറിവ് അത്രയും പൂർണ്ണമാണ്. അവന്റെ അറിവ് എല്ലാത്തിനുള്ള കഴിവുള്ളവനാണ്. അവന്റെ കഴിവ് പ്രകാരം അത് അവന്റെ ഇൽമിൽ മുൻകഴിഞ്ഞത് അവൻ രേഖപ്പെടുത്തി വെപ്പിക്കുന്നു. രേഖപ്പെടുത്തി വെച്ച കാര്യം അള്ളാഹ് 7 ആകാശങ്ങളുടെയും 7 ഭൂമികളുടെയും ഇടയിലൂടെ അവന്റെ കൽപ്പനകൾ ഇറക്കിക്കൊണ്ട് അത് നടപ്പിൽ വരുത്തുന്നു, അത് പുലർത്തുന്നു. ഈ കാര്യം രേഖയിൽ നിങ്ങളാണ് പറഞ്ഞു കൊടുത്താൽ അവർ അംഗീകരിച്ചാൽ ആ വാദത്തിൽ അവരുടെ വാദം ഉപേക്ഷിച്ച് ഈ വാദം അംഗീകരിച്ചവരാകും. ഇല്ലെങ്കിലോ വൈൻജഹദു കഫറു, എന്നിട്ട് നിഷേധിക്കുകയാണെങ്കിലോ അവർ കാഫിരീങ്ങളും ആവും. അതുകൊണ്ട് അവർക്ക് ഈ തെളിവ് പറഞ്ഞു കൊടുക്കും. രണ്ടാളൊരു കള്ളിയിൽ പോലെ നിൽക്കട്ടെ, ഒന്നുകിൽ കുഫറിലേക്ക് പോട്ടെ, അല്ലെങ്കിൽ സത്യത്തിലേക്ക് വരട്ടെ. ഇതാണ് അതിന്റെ കാര്യം. അതിനാൽ പിന്നെ തുടർന്നുകൊണ്ട് മുസന്നിഫ് റഹിമഹുല്ല പറഞ്ഞു. എന്താണ് മുസന്നിഫ് റഹിമഹുല്ല തുടർന്നുകൊണ്ട് പറയുന്നത്? വഫിൽ മുസ്നദ് വസ്സുനൻ അൻ ഇബ്നു ദൈലമി, മുസ്നദ്
കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്നദു അൽ ഇമാമി അഹ്മദ് വസ്സുനൻ, സുനനിലും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. സുനനിൽ അത് ഉദ്ധരിച്ചിട്ടുള്ളത് പിന്നെ അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുണ്ട്, പോലുള്ള ആളുകൾ അവരുടെ സുനനുകളിലും ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് സംഭവം? ഇബ്നു തൈലമി, ഇബ്നു തൈലമിയിൽ നിന്ന്. ഇബ്നു തൈലമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബൂ ബുസ്ർ, ചിലപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അബൂ ബിഷർ എന്ന് പറയും. ഏതാണെങ്കിലും ശരി, അബൂ ബുസ്ർ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു ഫൈറൂസ് അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് റിവായത്തിൽ അദ്ദേഹം പറയുന്നു, അത്തയ്തു ഉബയ്യ ഇബ്നു കഅബ്, ഞാനൊരിക്കൽ ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടിയിൽ പോയി. ഫഖുൽത്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഫീ നഫ്സി ശൈഉൻ മിനൽ ഖദർ. ഇതൊരു വലിയൊരു പാഠം കേട്ടോ, വളരെ ശ്രദ്ധിച്ചോ. അബ്ദുല്ലാഹി ഇബ്നു ഫൈറൂസ് അയാളാണ് ഇബ്നു തൈലമി. അബ്ദുല്ലാഹി ഇബ്നു ഫൈറൂസ് താബി വര്യന്മാരിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഒരിക്കൽ ഉബയ്യ ഇബ്നു കഅബ് സഹാബി വര്യനാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഉബയ്യ ഇബ്നു കഅബിനെ കുറിച്ച് പരാമർശം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഉബയ്യ ഇബ്നു കഅബിന്റെ അടുക്കൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഫീ നഫ്സി ശൈഉൻ മിനൽ ഖദർ, എന്റെ നഫ്സിൽ, മനസ്സിൽ ഖദറിനെ കുറിച്ച് ചില സംശയങ്ങളുണ്ട്, എന്തോ ചിലതുണ്ട്. ഫഹദ്ദിസ്നി, അതിനാൽ അങ്ങ് എനിക്ക് പറഞ്ഞു തരണം, ഒരു ഹദീസ് പറഞ്ഞു തരണം. ഹദ്ദിസ്നി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു വചനം എന്നെ കേൾപ്പിക്കണം. ബിശൈഇൻ, ഏതെങ്കിലും ഒരു വചനം. ലഅല്ലല്ലാഹ അൻ യുദ്ഹിബഹു മിൻ ഖൽബി, അങ്ങനെ എന്റെ മനസ്സിൽ ഖദറിനെ കുറിച്ചുള്ള ആ സംശയം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കം ചെയ്ത് തന്നേക്കുമല്ലോ. അതിനു വേണ്ടി നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു വചനം എന്നെ കേൾപ്പിക്കണം. ഇതിലെന്താണത്? അതിലുള്ള ഫായിദ, നമ്മളുടെ ദീനിനെ സംബന്ധിച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംശയം, എന്തെങ്കിലും ഒരു ഇടയാട്ടം നമുക്ക് തോന്നിയാൽ ആദ്യം ചെയ്യേണ്ട കാര്യം അഹ്ലുൽ ഇൽമിലേക്ക് മടങ്ങണം. ഇബ്നു തൈലമി അത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വല്ല ആ രോഗം വേറുള്ള ആൾക്കും കൂടി, അല്ലെങ്കിൽ ആ സംശയം വേറുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കുക, ഷെയർ ചെയ്യുക എന്നുള്ളതല്ല. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒക്കെ ഷെയറിങ്ങിന്റെ ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ എന്ത് തോന്നിയാലും അഹ്ലുൽ ഇൽമിനോട് ചോദിക്കുക എന്നതിന് പകരം വേറെ തന്റെ കൂട്ടുകാരായ ആൾക്കാരോട് ഷെയർ ചെയ്യാൻ തുടങ്ങും. അത് വലിയൊരു ഫിത്നയാണ്. ദയവ് വിചാരിച്ചിട്ട് അതാരും ചെയ്യരുത്. അയാളുടെ മനസ്സിൽ അത് തോന്നുന്നത് വരെ അയാളുടെ മനസ്സിൽ മാത്രം തോന്നിയ ഒരു കാര്യമായിരിക്കും. വേറുള്ള സാധുക്കളായ ഒരുപാട് മനുഷ്യന്മാർ സലാമത്തിലേർക്കും അവരുമായിട്ട് ഷെയർ ചെയ്യുന്നതോടുകൂടി അവർക്കും തുടങ്ങിയ ആ സംശയം. അത് നിൽക്കരുത്. പിന്നെ തന്റെ മനസ്സിലുള്ള ആ രോഗമായിട്ട് ഞാൻ നടക്കണോ? നടക്കണ്ട. എന്ത് തോന്നിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ നമുക്ക് പരിഹാരം ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താണ് ആ പരിഹാരം? അവൻ നമുക്കൊരു ഹബിൽ ഇറക്കി തന്നിട്ടുണ്ട്. ആ ഹബിലുല്ലാഹിൽ മത്തീൻ, അത് അള്ളാഹിന്റെ ദീനാണ്. അത് ഖുർആനും ഹദീസുമായിട്ടാണ് നിലനിൽക്കുന്നത്. റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹിനോട് പോയി ചോദിക്കണമായിരുന്നു കിട്ടണമെങ്കിൽ. റസൂലുള്ളാഹിന്റെ കാലശേഷം അവിടുത്തെ സഹാബത്തിനോട് ചോദിക്കണമായിരുന്നു. അതിനുശേഷം താബിഈങ്ങളോട് ചോദിക്കണമായിരുന്നു. അതിനുശേഷം താബിഈങ്ങളോട് ചോദിക്കണമായിരുന്നു. അതിനുശേഷം അല്ലാഹ് പിന്നെ അത് കെടുത്തിയിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ അത് അല്ലാഹ് നിലനിർത്തും. അല്ലാഹ് അത് നിലനിർത്തും. എന്താണ്? യഹ്മിലു ഹാദിൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു, പിന്നീടുള്ള തലമുറകളിൽ നീതിമാന്മാരായ പ്രാമാണികരായ ഒരുപാട് പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇൽമിന്റെ വാഹകരെ അല്ലാഹു പിൻതലമുറകളിൽ അല്ലാഹു നിലനിർത്തുക ചെയ്യും. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, എന്റെ ഉമ്മത്തിൽ നിന്ന് ഈ സത്യം, ഈ അറിവ് അത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗത്തെ ഞാൻ നിലനിർത്തും. ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തും. അതിനാൽ ഫസ്അലു അഹ്ലൽ ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിൽ നിങ്ങൾ അഹ്ലുൽ ഇൽമിനോടാ ചോദിക്കേണ്ടത്. ഷെയർ ചെയ്യല്ല വേണ്ടത്. ഷെയർ ചെയ്യണ്ട, അത് നിങ്ങൾ അഹ്ലുൽ ഇൽമിനോട് ചോദിക്കണം. ഇബ്നു തൈലമി അദ്ദേഹത്തിന് ഷൈഉൻ മിനൽ ഖദർ, ഖദറിനെ കുറിച്ച് എന്തോ ഒന്ന് മനസ്സിൽ തോന്നിയപ്പോ അദ്ദേഹം ബാക്കിയുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യാനല്ല നിന്നത്, അല്ലെങ്കിൽ അതും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയല്ല ചെയ്തത്. അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഉടനെ തന്നെ ഉബയ്യ ഇബ്നു കഅബ്, ധാരാളം ഇൽമ് ലഭിക്കപ്പെട്ടിട്ടുള്ള അല്ലാഹ് ഇൽമ് കൊടുത്തിട്ടുള്ള ഒരു സ്വഹാബി വര്യനാണ് ഉബയ്യ ഇബ്നു കഅബ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. രണ്ടാമത്തെ അതിനുള്ള മര്യാദ, അഹ്ലുൽ ഇൽമിൽ ചെന്നാലും പണ്ഡിതന്മാരോട് നമ്മൾ ചോദിക്കേണ്ടത് ഖാലല്ലാഹ് ഖാല റസൂലുഹു ആണ് ചോദിക്കേണ്ടത്. വേറെ കാര്യങ്ങളല്ല ചോദിക്കേണ്ടത്. ഇദ്ദേഹം ചോദിച്ച ആ മര്യാദ നോക്കൂ നിങ്ങൾ. ഫഹദ്ദിസ്നി, ഹദ്ദിസ്നി എന്ന് പറയുമ്പോ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു സൊറ പറഞ്ഞു തരൂ എന്നല്ല ഇതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു വചനം എന്നെ കേൾപ്പിക്കൂ, അതിനാണ് ഹദ്ദസ എന്ന് പറയുന്നത്. ബിശൈ,
എന്ത് എന്നെ കേൾപ്പിക്കണം അത് എനിക്കറിയില്ല. അത് ആ ഇൽമ് കേട്ട, ആ വചനങ്ങൾ കേട്ട അതിലേറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു വചനം എന്നെ കേൾപ്പിക്കണം. ലഅല്ലല്ലാഹ അൻ യുദ്ഹിബഹു മിൻ ഖൽബി. അങ്ങനെ ഈ പണ്ഡിതൻ പറഞ്ഞു കൊടുത്താൽ അതുകൊണ്ട് നീങ്ങൂല, മറിച്ച് അത് നീക്കുന്നത് അല്ലാഹുവാണ്. എന്റെ മനസ്സിൽ നിന്ന് ആ സംശയത്തിന്റെ ആ മാദ്ദ, ആ സംശയത്തിന്റെ ആ ഘടകം അത് റിമൂവ് ചെയ്യുന്നത് അല്ലാഹുവാണ്. അതാണ് ഈമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലുള്ള ആ രോഗം റിമൂവ് ചെയ്ത് തരണമെങ്കിൽ അത് എന്തുകൊണ്ടാണ്? നബിയുടെ വചനങ്ങൾ കൊണ്ട്, അള്ളാന്റെ വഹി കൊണ്ടേ പറ്റുള്ളൂ. കാരണം വഹീന് അങ്ങനത്തെ ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം കൊണ്ടാണ് വഹീന്റെ വചനത്തിന് വല്ലാത്തൊരു വെളിച്ചമുണ്ട്. ആ വചനം കൊണ്ടാണ് മനസ്സിലുള്ള ആ കറുത്ത ആ ഇരുട്ടിന്റെ ആ മാത്ര നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ. ആ വെളിച്ചമുള്ള ആ വചനം ആരെടുത്തുനിന്നാണ് കിട്ടേണ്ടത്? ഉലമാക്കളുടെ അടുക്കൽ നിന്നാണ് കിട്ടേണ്ടത്. ഇത്രയും കാര്യങ്ങൾ അതിലുണ്ട്. മനസ്സിന് സംശയം ഉണ്ടെങ്കിൽ അത് കൊണ്ടു നടക്കുകയല്ല വേണ്ടത്, അത് തന്നെ പോലുള്ളവരോട് ഷെയർ ചെയ്യല്ല വേണ്ടത്. അത് ആ സംശയരോഗം, ആ ഇരുട്ടിനെ നീക്കുകയാണ് ചെയ്യേണ്ടത്. ഇരുട്ടിനെ നീക്കാൻ പറ്റുന്നത് എന്താണ്? അത് അള്ളാഹ് ഇറക്കിയിട്ടുള്ള വചനത്തിന് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ. ആ വചനം ആരുടെ അടുക്കൽ നിന്നാണ് കിട്ടേണ്ടത്? അത് അഹ്ലുൽ ഇൽമിന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടണം. അതുകൊണ്ട് അഹ്ലുൽ ഇൽമിലേക്ക് പോവുക, അവരോട് അള്ളാഹ് ഇറക്കിയ വചനം ചോദിക്കുക. ആ വചനം കൊണ്ട്, അതിനുള്ള വെളിച്ചം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇരുട്ട്, ആ സംശയം, ആ രോഗം എന്റെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അള്ളാഹു അങ്ങോട്ട് നീക്കം ചെയ്യുക. ഇതിൽ ആ ദുആ കൂടെ ഉണ്ട്. ലഅല്ലല്ലാഹ അൻ യുദ്ഹിബഹു മിൻ ഖൽബി ഫഖാൽ. അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഉബയ്യ് ഇബ്നു കഅബ് നന്നായി സംസാരിക്കാൻ പറ്റുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെതായ ഒരു വാക്കിലേക്കും പോകുന്നില്ല. അദ്ദേഹം നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം അദ്ദേഹത്തിന് അങ്ങോട്ട് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മിൻ അസ്ലിഹി വഫസ്ലിഹി വലസ്ലിഹി വഫസ്ലിഹി. കാരണം ആ വചനത്തിന് ലഹുനൂർ, ആ വെളിച്ചം അള്ളാഹുവിന്റെ ഇതിന് കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന സംശയത്തെയും ഇരുട്ടിനെയും അള്ളാഹു നീക്കം ചെയ്തു കൊടുക്കും. കാരണം ആ ദുആയുമായിട്ടാണ്, ലഅല്ലല്ലാഹ് അള്ളാഹ് അങ്ങനെ ആക്കിത്തരട്ടെ എന്ന ദുആയുമായിട്ടാണ് അദ്ദേഹം ചെന്നിട്ടുള്ളത്. നടപടികൾ ശരിയാണ്, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ശരിയാണ്. അതുകൊണ്ട് തന്നെ അത് ഇൻഷാ അള്ളാഹ് അത് അതേ രൂപത്തിൽ സംഭവിക്കുകയും ചെയ്യും. ലൗ അൻഫഖ്ത, റസൂലുള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, നീ ചിലവഴിച്ചുവെങ്കിൽ മിസ്ല ഉഹുദിൻ, ഉഹുദ് മല പോലെ, ഉഹുദ് മലയോളം, മിൻ ദഹബൻ, സ്വർണം നീ ചെലവഴിച്ചു എങ്കിൽ തന്നെ മാ ഖബിലഹു അല്ലാഹു മിൻക, അല്ലാഹു നിന്നിൽ നിന്നത് സ്വീകരിക്കില്ല കേട്ടോ. ഹത്താ തുഅ്മിന ബിൽ ഖദർ, ഖദറിൽ നീ വിശ്വസിക്കുന്നത് വരെ, വതഅലം, നീ മനസ്സിലാക്കുന്നത് വരെ, അന്നമാ അസാബക, നിനക്ക് ഏതെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ, ഒരു നന്മ കിട്ടിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം, ഒരു തിന്മ നിന്നെ ബാധിച്ചാൽ, ലം യകുൽ ലിയുഖ്തിയക, നിനക്ക് കിട്ടിയിട്ടുള്ള ആ നന്മ അത് നിന്നിൽ നിന്ന് തെന്നിപ്പോവുകയില്ല. ആര് വിചാരിച്ചാലും അത് മുടക്കാൻ കഴിയില്ല. അത് തിന്മയായിരുന്നുവെങ്കിൽ ആ തിന്മ ആര് വിചാരിച്ചാലും നിന്നിൽ നിന്ന് തട്ടിമാറ്റിത്തരാനും കഴിയില്ല. നിനക്ക് കിട്ടിയ, നിന്നെ ബാധിച്ച കാര്യം നടക്കുക തന്നെ ചെയ്യും. കാരണം അത് അള്ളാന്റെ ഇൽമിൽ മുൻകഴിഞ്ഞതാണ്, അള്ളാഹുവിന്റെ മുൻനിർണയമാണ്, അള്ളാഹുവിന്റെ മുൻനിശ്ചയമാണ്. അതവൻ ലൗഹിൽ രേഖപ്പെടുത്തിയതാണ്. അതിന്റെ സമയം വന്നപ്പോൾ അവന്റെ മശീഅത്ത് കൊണ്ട്, അവന്റെ കലിമത്തുൽ ഖൽഖ് വൽ തക്വീർ കൊണ്ട്, അവന്റെ അംറ് കൊണ്ട് അവൻ നടപ്പിലാക്കിയിട്ടുള്ളതാണ്. ആർക്കാണത് തട്ടിമാറ്റാൻ പറ്റുക? ആർക്കാണത് മുടക്കാൻ പറ്റുക? വമാ അഖ്താക ലം യകുൽ ലിയുസീബക, എന്നാൽ നിനക്ക് ബാധിക്കാതെ പോയ ഒരു കാര്യം, അത് തിന്മയാണെങ്കിൽ ആ തിന്മ പിന്നെയും നിന്നെ ബാധിപ്പിക്കാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല. അതൊരു നന്മയായിരുന്നുവെങ്കിൽ, നിനക്ക് കിട്ടാതെ പോയതാണെങ്കിൽ ആ നന്മ നിനക്ക് നേടിത്തരാൻ ആരൊക്കെ വിചാരിച്ചാലും സാധ്യമല്ല. ലം യകുൽ ലിയുസീബക, അത് നിനക്ക് ബാധിക്കാനോ അല്ലെങ്കിൽ അത് നിനക്ക് കിട്ടാനോ ഒരു സാധ്യതയില്ല. അല്ലാഹു വേണ്ടാന്ന് വെച്ചാൽ വേണ്ട എന്ന് വെച്ചത് തന്നെ. വലൗ മുത്ത അലാ ഗൈരി ഹാദാ, ഈ വിശ്വാസത്തിലല്ലാതെ നീ മരണപ്പെട്ടാൽ, ലകുന്ത മിൻ അഹ്ലിൻ നാർ, നീ തീർച്ചയായും നരകസ്ഥരായ ആളുകളിൽ പെട്ടുപോയി. ഖാൽ, അദ്ദേഹം പറയുന്നു, ആര്? ഇബ്നു ദൈലമി, അബ്ദുല്ലാഹ് ഇബ്നു ഫൈറൂസ്, അദ്ദേഹമാണ് പറയുന്നത്. ഫഅതൈതു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, ശേഷം ഞാൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ അടുക്കൽ ചെന്നു. വഹുദൈഫത ഇബ്നുൽ യമാൻ, ഹുദൈഫത്ത് ഇബ്നുൽ യമാനിനെ ഞാൻ സന്ദർശിച്ചു. വസൈദ് ഇബ്നു സാബിത്, സൈദ് ഇബ്നു സാബിത്, കുല്ലുഹും മിൻ അഅലാമി സ്വഹാബ, മിൻ ഫുഖഹാഇ സ്വഹാബ, ജിബാൽ ശാമിഖ, ഇൽമിന്റെ ജബലുകളാണ്. അവരുടെ അടുക്കൽ ഞാൻ ചെന്നു. ഫകുല്ലുഹും ഹദ്ദസനി, എല്ലാവരും എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്തു തന്നു. ബിമിസ്ലി ദാലിക അനിൻ നബി, ഇതുപോലുള്ള റിവായത്ത്
ലഫ്ദിലൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. ഇതേ കാര്യം എല്ലാവരും എനിക്ക് പറഞ്ഞു തന്നു. ഹദീസുൻ സഹീഹുൻ റവാഹുൽ ഹാക്കിമു ഫീ സഹീഹി. സഹിയായ ഹദീസാണ്. ഹാക്കിം അദ്ദേഹത്തിന്റെ സഹീൽ ഇത് റിവായത്ത് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത് ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, അത് അബൂദാവൂദ് സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുണ്ട്, തബറാനി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ കിതാബിന്റെ നഫ്സിൽ പറഞ്ഞതുപോലെ ഹാക്കിം റിവായത്ത് ചെയ്തിട്ടുണ്ട്. സഹീഹായിട്ടുള്ള ഹദീസുമാണ്. എന്നിട്ട് തുടർന്ന് മുസന്നിഫ് റഹിമഹുല്ലാ പറയുന്ന കാര്യം ഫീഹി മസാഇൽ, കുറച്ച് മസലകളാണ്. അത് കൂടി പെട്ടെന്ന് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ബയാനു ഫർളുൽ ഈമാൻ ബിൽ ഖദർ. ഖദറിലുള്ള വിശ്വാസം ഫറളാണ്, അത് ഫർളാണ്, അത് ഈമാനിന്റെ റുക്നാണ് എന്ന് വിശദീകരിക്കുന്നു. പറയേണ്ടതില്ല, കാരണം അത് ഹദീസ് ജിബ്രീലിൽ അങ്ങനെ തന്നെ പറഞ്ഞു. എന്താണ് ഈമാൻ? അൻ തുഅ്മിന ബില്ലാഹി വമലായികതി കുതുബി വറുസുലി വൽയൗമിൽ ആഖിർ വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. രണ്ട്, ബയാനു കൈഫിയ്യത്തിൽ ഈമാനി ബിഹി. ഖദറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ കൈഫിയ്യ? അതിന്റെ കൈഫിയ്യത്ത് നമ്മൾ പറഞ്ഞു. ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. അല്ലാഹുവിന്റെ ഇൽമ്, അല്ലാഹുവിന്റെ ഖുദ്റത്ത്, അതാണ് ഖദറിലുള്ള വിശ്വാസം. അത് പ്രകാശിപ്പിക്കുന്ന ആശയം. അതിന്റെ മറാത്തിബുകൾ നമ്മൾ പറഞ്ഞു. ആദ്യം അല്ലാഹുവിന്റെ ഇൽമാണ്, അത് അനാദിയായ ഇൽമിലുള്ളതാണ്. പിന്നെ ഒരു സമയത്ത് അല്ലാഹു ലൗഹിലേക്ക് പകർത്തിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിന് ശേഷം അതിന്റെ സമയം വരുമ്പോൾ അള്ളാഹിന്റെ മശീയത്ത് കൊണ്ട് അല്ലാഹു നടത്തിക്കുന്ന കാര്യമാണ്. അത് ഒരിക്കലും മാറ്റമല്ല. ഈ കാര്യം ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും അതിനൊരു മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല എന്നുള്ളത് ഒരാൾ പൂർണ്ണ ബോധ്യത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ എന്തിനാണ് ഈ ഖദറിന്റെ കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്? അതിന്റെ ഫലങ്ങളിൽപ്പെട്ട, അതിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒരു ലക്ഷ്യം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൽ നിങ്ങൾ നിരാശപ്പെടാതിരിക്കാനും, ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിന്റെ പേരിൽ നിങ്ങൾ ഉന്മത്തരാകാതിരിക്കാനും വേണ്ടിയാണ്. മറിച്ച് ഈ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെല്ലാം അത് അല്ലാഹുവിന്റെ ഇൽമിൽ നേരത്തെ ഉള്ളതാണ്. അള്ളാന്റെ നിശ്ചയത്തിൽ, നിർണയത്തിൽ, മുൻ നിശ്ചയത്തിൽ കഴിഞ്ഞിട്ടുള്ളതാണ്. അതവൻ രേഖപ്പെടുത്തുക വരെ ചെയ്തിട്ടുള്ളതാണ്. ആ രേഖപ്പെടുത്തിയത് അത് തന്നെയും സ്വമേധയ അല്ല, അതതിന്റെ സന്ദർഭത്തിൽ അവന്റെ പ്രത്യേക അമ്രുപ്രകാരം, പ്രത്യേക കൽപ്പന പ്രകാരം അവൻ പുലർത്തിക്കുന്ന കാര്യമാണ്. ഇതാണ് അതിന്റെ കൈഫിയത്ത്. അസ്സാലിസത്തു ഇഹ്ബാത്തു അമലി മൻ ലം യുഅ്മിൻ ബി. ഇതിൽ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരാളുടെ പ്രവർത്തനം പാഴായി പോകും. അതിനുള്ള തെളിവ് നമ്മൾ പറഞ്ഞു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫലൈസ മിന്നി, ഞാൻ അവനുമായിട്ടൊരു ബന്ധമല്ല. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഇതിൽ വിശ്വസിച്ചിട്ടില്ല, മറ്റൊരു വിശ്വാസത്തിലാണ് മരിച്ചു പോകുന്നതെങ്കിൽ ദഖലന്നാർ, അയാൾ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന്. പിന്നെ ഇബ്നു ഉമർ അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞു തന്നു, ഒരാള് ഈ വിശ്വാസമില്ലാതെ മരിച്ചു പോവുകയാണെങ്കിൽ മീസില ഉഹുദിൻ ദഹബൻ ثم أنفقه في سبيل الله ما قبل الله منه. ഉഹദ് മലയോളം സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ചെലവഴിച്ചാലും അള്ളാഹു അയാളിൽ നിന്നത് സ്വീകരിക്കില്ല. അതുകൊണ്ട് പ്രവർത്തനങ്ങൾ പാഴായി പോകും. കാരണം ഈമാൻ പൊളിയും. ഈമാൻ പൊളിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്ത പ്രവർത്തനം പരലോകത്തേക്ക് നീളുകയില്ല, ഇവിടെ കൊണ്ട് അവസാനിക്കും. الرابعة أن الإخبار بأن أحدا لا يجد طعم الإيمان حتى يؤمن به. ഉബാദത്ത് ബിൻ സ്വാമിത്ത് മകനായ വലീദിന് നൽകിയിട്ടുള്ള ഉപദേശം എന്താണത്? ഈമാൻ അതുണ്ടാകുന്നത് ഖദറിലും കൂടി വിശ്വസിക്കുമ്പോഴാണ്. അപ്പോഴാണ് ഈമാനാകുന്നത്. ഈമാൻ ശരിക്കുള്ള ഈമാൻ വന്നാൽ അത് എന്തോ ഒരു സങ്കല്പമൊന്നുമല്ല, അത് ശരിക്ക് ഒരാൾ തന്റെ ആത്മാവിൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു രുചിയുണ്ട്, അവാച്യമായ ഒരു രുചി. ആ രുചി കിട്ടണമെങ്കിൽ ഖദറിലുള്ള വിശ്വാസം അത് വളരെ സ്ട്രോങ് ആകണം. അങ്ങനെ സ്ട്രോങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് കിട്ടിയാൽ അത് തട്ടാൻ ആർക്കും സാധ്യമല്ലാന്നും, ഒരു കാര്യം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് എനിക്ക് ഉണ്ടാക്കിത്തരാൻ ആർക്കും സാധ്യമല്ലാന്നും, അതുപോലെ ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ആപത്ത് എനിക്ക് വരിക തന്നെ ചെയ്യും, അത് ഒഴിവാക്കി തരാൻ ആർക്കും സാധ്യമല്ലാന്നും, ഒരാപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആപത്ത് എന്റെ തലയിൽ വീഴ്ത്താൻ അല്ലാതെ വേറെ ആര് വിചാരിച്ചാലും സാധ്യമല്ല എന്നുള്ള ആ ഉറച്ച വിശ്വാസം. ആ വിശ്വാസം വരുമ്പോഴാണ് അയാളുടെ ജീവിതം വളരെ ശാന്തമായി, അക്ഷോഭ്യമായി, വളരെ ശാന്തമായ ഒരു മനസ്സുമായിട്ടാക്കി ജീവിക്കാൻ പറ്റുന്നത്. ഈമാനിന്റെ മധുരം അയാൾ ആത്മാവിൽ അനുഭവിക്കാൻ തുടങ്ങുന്നത്. അൽഹാമിസത്തു ദിക്റു അവ്വലി മാ ഖലഖല്ലാഹ്. അല്ലാഹ് ആദ്യം സൃഷ്ടിച്ച സൃഷ്ടി ഏത് എന്നതിനെ സംബന്ധിച്ചുള്ള പരാമർശം ഈ ഹദീസിൽ വന്നു. ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലമു
എന്ന് വായിക്കുമ്പോൾ അങ്ങനെ ഒരു അർത്ഥം വരും. ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലമു ബിളമ്മി അൽ മീം മർഫൂഅ്. അങ്ങനെയാണ് അത് വായിക്കുന്നതെങ്കിൽ ആദ്യം സൃഷ്ടിച്ചത് പേനയാണ് എന്നർത്ഥം വരും. അങ്ങനെ വ്യാഖ്യാനം അതിലുണ്ട്. വഅലൈഹി മുസന്നിഫു ഹാദൽ കിതാബ് റഹിമഹുല്ലാഹു ജമീഅൻ. എന്നാൽ മറിച്ച് ഒരു അഭിപ്രായമുണ്ട്. അല്ലാഹു ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലമ എന്നൊരു ഖിറാഅത്തുണ്ട്. അങ്ങനെ വായിച്ചു പോകുമ്പോൾ അത് മൻസൂബാകുമ്പോൾ അവ്വലാന്നുള്ളത് ലർഫിയത്തിലാണ്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ പേനയെ സൃഷ്ടിച്ച ആ ആദ്യ സന്ദർഭത്തിൽ അള്ളാഹ് പേനയോട് പറഞ്ഞു, അല്ലാതെ പേനയെ ആദ്യം സൃഷ്ടിച്ചു എന്നതിനർത്ഥമല്ല എന്ന് വരും. ഏതാണെങ്കിലും മുസന്നിഫിന്റെ പക്ഷം പേനയാണ്, കലമാണ് ആദ്യത്തെ സൃഷ്ടി എന്നുള്ളത്. അത് അദ്ദേഹം ഇവിടെ ഉണർത്തുന്നു. അള്ളാഹ് അതിനോട് എഴുതാൻ രേഖപ്പെടുത്താൻ പറഞ്ഞു. എന്താണ് എഴുതപ്പെടുത്തേണ്ടത്? അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരുന്നത് വരെ ഉള്ള എല്ലാ കാര്യങ്ങളും ആ പേനയെ സൃഷ്ടിച്ച് എഴുതാൻ വേണ്ടി അള്ളാഹ് കൽപ്പിച്ച ആ വേളയിൽ അങ്ങ് പേന ഒഴുകി എല്ലാം രേഖപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശ്വസിക്കാത്ത ഒരാളിൽ നിന്ന് ബറാഅത്തുൻ താമ്മ, പൂർണ്ണമായി ഒഴിവാണ് ബറാഅത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറാഅത്ത് വന്നു, അതിനെ പിന്തുടർന്നുകൊണ്ട് ഇത്തിബാഅ ചെയ്തുകൊണ്ട് ഇബ്നു ഉമർ ബറാഅത്ത് നടത്തിയിട്ടുള്ളത് നമ്മൾ കണ്ടു. അസ്സാമിനതു ദിക്റു ആദത്തി സഹ്ലഫ് ഫി ഇസാലത്തി ശുബ്ഹത്തി ബിസുആലിൽ ഉലമാ. മുൻഗാമികളായ ആളുകൾ, സഹാബ, താബിഈൻ, തബഉൽ അത്ബാഅ്, ഈ മൂന്ന് ഉത്തമമായ തലമുറക്കാരിൽ നിന്നാണ് നമ്മൾ മാതൃക ഉൾക്കൊള്ളുന്നത്. അവര് ഒരു സംശയം ഉണ്ടാകുകയാണെങ്കിൽ ആ സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കില്ല. ആ സംശയം അവരെ പോലുള്ളവരോട് അവർ ഷെയർ ചെയ്യില്ല. ആ സംശയം അവർ ഉലമാക്കളിലേക്കാണ് മടക്കുക. ഉലമാക്കളിലേക്ക് മടക്കുമ്പോൾ അവർ അള്ളാന്റെ ഖൗല്, റസൂലുള്ളാന്റെ ഖൗല്, വഹീന്റെ വചനം അതാണ് പറയാൻ ആവശ്യപ്പെടുക. അത് അവർ ആവശ്യപ്പെട്ടാൽ അള്ളാഹ് ആ വഹീന്റെ വചനം കൊണ്ട് അള്ളാഹ് മനസ്സിൽ അവർക്ക് തോന്നുന്ന ഈ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാനുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് അവർ ചെയ്യുക. ഇതാണ് അതിന്റെ മര്യാദ, ഇതാണ് ചെയ്യേണ്ടത്. ഉലമാക്കൾ അതിന് അവർക്ക് മറുപടി നൽകുന്നു. ബിമാ യുസീലു ശുബ്ഹ, മനസ്സിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുതകുന്ന തെളിവുകൾ കൊണ്ട്, ദലീലുകൾ കൊണ്ട്, ഖൗലുള്ള കൊണ്ട്, ഖൗലു റസൂലില്ല കൊണ്ട്. വദാലിക അന്നഹും നസബു അൽ കലാമ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖത്ത്. കണ്ടോ, അവിടെ ഉബയ്യ് ഇബ്നു കഅബ്, അവിടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അവിടെ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ, അവിടെ സയ്യിദ് ഇബ്നു സാബിത്ത്, അവരൊക്കെ പറഞ്ഞു കൊടുത്തത് എന്താണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ശാസ്ത്രം കൂടി അവർ കൂട്ടാൻ നിൽക്കലില്ല. ഇതിന്റെ ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു ഗീതയും കൂടി വായിക്കലില്ല, അല്ലെങ്കിൽ ഒരു ബൈബിളും കൂടി ചേർക്കലില്ല. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അവിടെ ഖാല അല്ലാഹു വഖാല റസൂലുഹു മതി. ഇതാണ് സഹാബത്ത് ചെയ്തിട്ടുള്ളത്. هذا والله تعالى أعلم وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.